ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം നടക്കുന്ന ദിവസങ്ങളായിരിക്കും നമ്മുടേത്. സത്യവിശ്വാസി എന്ന നിലക്ക് ആണായാലും പെണ്ണായാലും മരിക്കുന്നതിന് മുമ്പ്, കണ്ണടക്കുന്നതിന് മുമ്പ് കാണണം എന്ന് ഈ ദുനിയാവിൽ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ഥലം, അത് കഅബാലയം സ്ഥിതി ചെയ്യുന്ന മക്ക എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹറമായ ആ പരിശുദ്ധമായ ഒരു ഭൂമികയാണ് വിശ്വാസി ആഗ്രഹിക്കാൻ കൊതിക്കുന്ന ഒരു സ്ഥലം. മറ്റൊന്ന് നമ്മുടെ രണ്ടാമത്തെ ഹറമായ മദീനത്തുർ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 കൊല്ലത്തെ ജീവിതം കൊണ്ട് സമൃദ്ധമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വളർച്ചയും വികാസവും ലോകം കണ്ട മദീന എന്ന് പറയുന്ന മറ്റൊരു പട്ടണവുമാണ്. ഇത് രണ്ടും നമ്മുടെ ഹറമാണ്, ഹറമൈനി ഷരീഫൈൻ. ഈ 2 ഹറമുകൾ കാണാനും ഈ 2 ഹറമുകളുടെ പരിസരത്ത് ശർഅാക്കപ്പെട്ട, മതനിയമമാക്കപ്പെട്ട ഒരുപാട് ആരാധനകളുണ്ട്. ആ ആരാധനകൾ ചെയ്യാനും വേണ്ടിയാണ് ഒരു വിശ്വാസി ഏറ്റവും പ്രധാനമായും കൊതിക്കുന്നത്. ലോകത്ത് പ്രത്യേകതകളുള്ള നാടുകളും നഗരങ്ങളും ധാരാളമുണ്ട്. പക്ഷേ അതൊന്നും കാണണമെന്ന്, മക്ക കാണണം എന്നാഗ്രഹിച്ച പോലെ, മദീനയിൽ ചെല്ലണം എന്ന് കൊതിച്ചതുപോലെ തൻ്റെ ഉമ്മയുടെ കൈപിടിച്ച്, തൻ്റെ ഭാര്യയുടെ കൈപിടിച്ച്, തൻ്റെ മക്കളുടെ കൈപിടിച്ച് കുടുംബസമേതം എന്ത് ചെലവ് വന്നാലും, എത്ര പ്രായമുണ്ടെങ്കിലും, എന്ത് രോഗങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന് വിശ്വാസി ആഗ്രഹിക്കാൻ കാരണങ്ങൾ ഏറെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, എന്തുകൊണ്ട് മക്കയോട് ഇങ്ങനെയൊരു അടങ്ങാത്ത ഒരു പ്രേമവും മദീനയോട് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ഉത്കടമായ ആഗ്രഹവും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. മക്ക ഒരു കാലഘട്ടത്തിൽ ജനവാസമില്ലാത്ത ഒരു നാടായിരുന്നു, ജലവാസവുമില്ലാത്ത ഒരു നാടായിരുന്നു, ഒരു തുള്ളി വെള്ളമില്ലാത്ത നാടായി മക്ക ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും 7 തവണ 2 മലമുകളിൽ കിലോമീറ്ററുകളോളം ഓടിയിട്ട് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാത്ത ഒരു കാലം മക്കക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് മക്ക ജനനിബിഡമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടം കൂട്ടമായി ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും മക്കയിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, മക്കയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ ഖലീലായ ഖലീലുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ചങ്ങാതിമാർ, ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരെയും നമ്മുടെ മനസ്സിലേക്ക് കഅബാലയം കാണുമ്പോൾ അതിൻ്റെ മുറ്റത്ത് നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ഓടി വരും. ഒന്ന്, ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. മനോഹരമായ കഅബാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ഇറക്കുന്ന ഒരു ദുആയുണ്ട്.
وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അല്ലാഹുവേ, നീ പറഞ്ഞതുപോലെ നിന്റെ ആലയത്തിന്റെ പണി ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു ബാപ്പയും ഒരു മകനും നടത്തുന്ന ദുആയാണ് ഇബ്രാഹീമും ഇസ്മാഈലും അലൈഹിമസ്സലാത്തു വസ്സലാം. ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും കുറവുകൾ മാനുഷികമായി ഇതിന്റെ നിർമ്മാണത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളിൽ നിന്ന് പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് ഇത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഒപ്പം ആ ബാപ്പാക്ക് കല്ലുകൾ എടുത്തുകൊടുത്ത് നിർമ്മാണത്തിൽ സഹായിയായി കൂടെ നിന്ന മകനെയും നമ്മുടെ മനസ്സിലേക്ക് കഅബാലയം കാണുമ്പോൾ അറിയാതെ ഓടിയെത്തും. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വെച്ച് നിരവധി പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഇന്ന് മക്ക ജനവാസമില്ലാത്ത ഒരു നാടാണ്. നാളെ ഈ മക്കയിലേക്ക് ആളുകൾ കൂട്ടത്തോടെ ഒഴുകിയെത്തുന്ന ഒരവസ്ഥ നീ സൃഷ്ടിക്കണം. കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരാലയമായി, വന്നാലും വന്നാലും കൊതി തീരാത്ത ഒരാരാധനാലയമായി മക്കയെ നീ മാറ്റണം പടച്ചവനെ. തഹ്വി ഇലൈഹിം, ജനങ്ങളുടെ മനസ്സുകൾക്ക് മക്കയെ കുറിച്ച് കേൾക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള കൊതി അവരുടെ മനസ്സിലേക്ക് നീ ഇട്ടുകൊടുക്കണേ പടച്ചവനെ. ഒരു ചായ്വ് ഈ കഅബയിലേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ നീ ഇട്ടുകൊടുക്കണേ പടച്ചവനെ. ഇതാരുടെ പ്രാർത്ഥനയാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇന്ന് പത്രം വിൽക്കുന്നവൻ പത്രം വീട്ടുമുറ്റത്ത് എറിഞ്ഞാൽ കിട്ടുന്ന ചില്ലറ തുട്ടുകൾ എടുത്തു വെച്ച് ഈ കഅബാലയത്തിലേക്ക് എത്തിയത് മറ്റൊന്നും കൊണ്ടല്ല. പാൽ വിൽക്കുന്നവനും ഈ കഅബാലയത്തിലേക്ക് വീടുകളിലേക്ക് ഓരോ വീടുകളിലും കയറി ചെന്ന് ഓരോ ഗേറ്റുകളും തുറന്ന് അതിനകത്തേക്ക് കടന്ന് വീട്ടുമുറ്റത്തേക്ക് 1/2 ലിറ്ററിന്റെയും 1 ലിറ്ററിന്റെയും പാൽക്കുപ്പികള് വീട്ടിൽ കറന്നെടുത്ത പശുവിന്റെ പാല് കൊടുത്ത് ഈ കഅബാലയത്തിലേക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ച് പോയവരെ നമുക്ക് പരിചയമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു ഉത്തരം കിട്ടിയ പ്രാർത്ഥനയാണ്. പടച്ചവനെ, മക്കയെ കുറിച്ച് കേൾക്കുന്നവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ നീ ഒരു ആശ ഇട്ട് കൊടുക്കണം. അവരുടെ കൽബുകൾക്ക് കഅബാലയത്തിലേക്ക് ഒരു ചായ്വ് നീ ഉണ്ടാക്കി കൊടുക്കണം. വന്നവരാണെങ്കിൽ വീണ്ടും വരാൻ, കണ്ടവരാണെങ്കിൽ വീണ്ടും കാണാൻ, ഒരിക്കലും കണ്ടു കൊതി തീരാത്ത, ഒരിക്കലും വന്ന് മതിവരാത്ത ഒരാലയമായി കഅബാലയത്തെ നീ മാറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു. മലമടക്കുകളുടെ നാടായ മക്ക ഇന്ന് ജനനിബിഡമാണ്. രാവും പകലും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും തൽബിയത്ത് ചൊല്ലി ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് കഅബാലയത്തിലേക്ക് ഒഴുകുന്നത് ലക്ഷങ്ങളാണ്. പ്രിയമുള്ളവരെ, ലക്ഷങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമാനം പറന്നിറങ്ങുന്ന ഒരു എയർപോർട്ടായി മക്കയുടെ തൊട്ടടുത്തുള്ള ജിദ്ദ എയർപോർട്ട് മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ട് വിമാനങ്ങൾ ഇറങ്ങുകയും പറന്നു ഉയരുകയും ചെയ്യുന്ന ഒരു എയർപോർട്ടായി മാറിയത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. നമ്മളും ആ വരിയിൽ ക്യൂ നിൽക്കുകയാണ്. നമ്മളും ആ പ്രാർത്ഥനയുടെ പരിധിയിൽ ചേരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് രോഗമുണ്ടായിട്ടും പ്രായമുണ്ടായിട്ടും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന മനസ്സിന്റെ ഉള്ളിലെ ആ ആഗ്രഹം അത് അടങ്ങാത്തത് വേറൊന്നും കൊണ്ടല്ല, അത് ഈ പ്രാർത്ഥനയുടെ അത്ഭുതം തന്നെയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഒരു ദിവസത്തെ സ്വപ്നമല്ല. മക്കയിലേക്ക് പോകണമെന്നത് ഒരു ദിവസത്തെ സ്വപ്നമല്ല, ഒരു മാസത്തെ സ്വപ്നവുമല്ല, ഒരു കൊല്ലത്തെ സ്വപ്നമല്ല. ചില ആളുകൾക്ക് ഇതൊരായുസിന്റെ സ്വപ്നമാണ്. എത്ര കൊല്ലമായി ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഉമ്മയോടൊപ്പം മുസല്ലയിൽ നമസ്കാരത്തിന് നിന്ന് തന്റെ മുഖത്തെ തിരിച്ചത് ഈ കൊച്ചു ആലയം സ്ഥിതി ചെയ്യുന്ന മക്കയിലെ ആ ഭാഗത്തേക്കാണ്. എത്ര തവണയാണ് റബ്ബിനോട് നമ്മൾ ദുആയിരുന്നത്. ആകാശത്തേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തിയപ്പോൾ നമ്മുടെ കൈകളൊക്കെ ഉയർന്നത് ഖിബലക്ക് നേരെയാണ്. എത്ര തവണയാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ വീടുകളിൽ ബലിമൃഗത്തെ അറുത്തത്. നമ്മുടെ വീടുകളിൽ അറുക്കപ്പെട്ട എല്ലാ മൃഗത്തിന്റെയും കഴുത്ത്
കത്തിവെക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചത് ഈ കഅബാലയത്തിന്റെ ഭാഗത്തേക്കാണ്. എത്രയാളുകളെയാണ് ഖബറുകളിൽ നാം അടക്കം ചെയ്തത്? നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ 6 അടി മണ്ണിൽ അടങ്ങിയപ്പോൾ അതെ, അവരുടെ മയ്യത്ത് ആ ഖബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ആ മുഖത്തെയും ഖബറിൽ നമ്മൾ ചരിച്ചു വെച്ചത് ഈ കഅബാലയം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ്. ഇത്ര പരിശുദ്ധമായ ഒരാരാധനാലയം, ഈ ആരാധനാലയത്തിലേക്ക് പോവുക എന്നത് നമ്മുടെ ഒരായുസിന്റെ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ പോക്ക് വളരെ ഹൃദ്യമായിരിക്കണം. പോയാൽ അവിടെ വെച്ച് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ മനോഹരമായി ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനെന്ത് വേണമറിയോ? പോകുന്നതിന് മുമ്പ് ഞാൻ എന്തിനാണ് പോകുന്നത് എന്നും, പോയാൽ എനിക്ക് എന്തൊക്കെയാണ് അവിടെ നിന്ന് ചെയ്യാനുള്ളത് എന്നും, ചെയ്താൽ എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ റബ്ബ് എനിക്ക് തരാമെന്ന് പറഞ്ഞതും എല്ലാം ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം മക്കയിലേക്ക് ഈ പുണ്യത്തിന്റെ തീർത്ഥാടന യാത്ര നടത്താൻ. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്തവരായി, ഒന്നും പഠിക്കാത്തവരായി ഈ യാത്രക്ക് ആരും വന്നിട്ട് ഒരു ഫലവുമില്ല. യാത്രയെക്കുറിച്ച് ശരിക്ക് പഠിക്കണം. ഒരുപാട് യാത്രകൾ ജീവിതത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ യാത്ര മക്കയിലേക്ക് നടത്തുന്ന യാത്രയാണ്. ഇത്ര പവിത്രമായ, പരിശുദ്ധമായ, ഇത്ര പുണ്യം നിറഞ്ഞ ഒരു യാത്ര ജീവിതത്തിൽ നമുക്ക് എവിടേക്കും നടത്താനില്ല. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ യാത്ര, ഖൈറുർ റിഹ്ല, യാത്രകളുടെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരമായ മനോഹരമായ യാത്ര അത് മക്കയിലേക്ക് നടത്തുന്ന യാത്രയാണ്. പോകുന്നത് ഉംറ എന്ന് പറയുന്ന മഹത്തായ ആരാധനാകർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആരാണ് ഉംറ ചെയ്യേണ്ടത്? ആരാണ് ഹജ്ജ് ചെയ്യേണ്ടത്? ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുന്നത് ഇസ്ലാം കാര്യങ്ങളിൽ അവസാനമായി എണ്ണുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും ഒക്കെ ശരിയാക്കിയ ആളുകളാണ് ഈ അഞ്ചാമത്തേതും ഈ അവസാനത്തേതുമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പോകുന്നതിന് മുമ്പ് ശരിക്കും അത് പഠിക്കണം. 1, 2, 3, 4 ഒക്കെ ശരിയായിരിക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥൻ, അവനാണ് എൻ്റെ എല്ലാം അറിയുന്നവൻ, അവനാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിവുള്ളവൻ എന്ന അള്ളാഹുവിനുള്ള ആ വഹദാനിയത്തിന്റെ, ഏകത്വത്തിന്റെ ഷഹാദത്ത് സർട്ടിഫിക്കറ്റ് അത് കൊടുക്കണം ആദ്യം അള്ളാഹ്ക്ക്. രണ്ടാമത്തേത് നമസ്കാരമാണ്. രാവും പകലുമായി 5 നേരത്തെ നിർബന്ധ നിസ്കാരമുണ്ട്. അത് നിസ്കരിക്കുന്നവരാണ് ഉംറക്ക് വരേണ്ടത്. നിസ്കരിക്കാത്തവർ ഉംറക്ക് വന്നിട്ട് ഫലമില്ല. റമദാനിലെ നോമ്പ് നോൽക്കുന്നവരാണ് ഉംറക്ക് വരേണ്ടത്. വർഷത്തിൽ ഒരു പ്രാവശ്യം സമ്പത്തിന്റെ 2.5% സ്വർണത്തിന്റെയും ശമ്പളത്തിന്റെയും വാടക ഇനങ്ങളുടെയും വീട്ടിലെ വേറെന്തെങ്കിലും കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെയും എല്ലാത്തിന്റെയും സക്കാത്ത് കണക്ക് നോക്കി കൊല്ലത്തിൽ കൊടുക്കുന്നവരാണ് ഉംറക്ക് വരേണ്ടത്. നിസ്കരിക്കാത്തവർ ഉംറക്ക് വന്നിട്ട് ഫലമില്ല. നോമ്പ് നോക്കാത്തവൻ ഉംറക്ക് വന്നിട്ട് ഫലമില്ല. സക്കാത്ത് കൊടുക്കാത്തവൻ ഉംറക്ക് വന്നിട്ട് ഫലമില്ല. ഇത് അവസാനമായി വെച്ചത് എന്തറിയോ? ഇതിന്റെ ക്രമമനുസരിച്ച് ചെയ്യണം. എല്ലാം ശരിയാക്കിയവരാണ് ഈ കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത്. വളരെ പരിശുദ്ധമായ, വളരെ പവിത്രമായ ഒരാരാധനാ കർമ്മമാണ് ഉംറ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ശരിക്ക് പഠിക്കണം. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് ഒന്നും അറിയാതെ വെറുതെ എങ്ങനെ ഇറങ്ങിപ്പോയി വെറുതെ നമ്മുടെ സമ്പത്തും സമയവും കളയണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഈ യാത്രക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ആദ്യം അറിയേണ്ട വിഷയം, ഞാൻ എന്തിനാണ് ഉംറക്ക് പോകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഉംറ ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് ഖുർആനിൽ, അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. നിങ്ങൾ ഒരു ഹജ്ജും ഒരു ഉംറയും അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ അള്ളാഹു നമ്മളോട് ഓതിയത് അങ്ങനെയാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വഅ ഇലൈഹി സബീല. ജനങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയാണ് നിങ്ങൾ കഅബയെ ഉദ്ദേശിക്കണം, ഇതിനെ കാണാൻ,
ഇതിനെ ഒന്ന് ചുറ്റാൻ, തവാഫ് ചെയ്യാൻ, ഈ മക്കയിലേക്ക് ഒന്ന് വരാൻ നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കണം. മനിസ്തത്വാഅ ഇലൈഹി സബീല, ആർക്കൊക്കെ അങ്ങോട്ടേക്ക് വരാനുള്ള വഴികൾ സാമ്പത്തികമായും ശാരീരികമായും മറ്റു ചുറ്റുപാടുകൾ കൊണ്ടും ആർക്കൊക്കെ എളുപ്പമായിട്ടുണ്ടോ സാധ്യമായിട്ടുണ്ടോ അവരെല്ലാവരും ഒരിക്കൽ ഈ ആലയത്തെ കാണാൻ ഉദ്ദേശിക്കണം. അത് അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയാണ്. 2 സ്ഥലങ്ങളിലാണ് അള്ളാഹു ഹജ്ജ് ഉംറ നിർബന്ധമാണ് എന്ന അർത്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരെയും അള്ളാഹു പറഞ്ഞിട്ടില്ല. ആർക്കൊക്കെ വരാൻ പറ്റുമോ അവരെയൊക്കെ അള്ളാഹു വിളിച്ചിട്ടുണ്ട്. വരാൻ അവസരമുണ്ടായിട്ടും വരാത്തവരെ നിശിതമായി വിമർശിക്കുന്നുണ്ട് അള്ളാഹു. അവന്റെ മരണം പോലും ഒരു മുസ്ലിം അല്ലാത്ത നിലയിൽ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകാൻ കാരണമാണ്. വരാനാവതുണ്ടായിട്ടും ഹജ്ജിനും ഉംറക്കും വരാതെ മരിച്ചു പോവുക എന്നത് അത് ഈമാനല്ലാത്ത ഒരു മരണത്തിന് കാരണമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവുകയാണ്. അള്ളാഹു വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു ക്ഷണിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ഒരു മന്ത്രമുണ്ട്. എന്താ ആ മന്ത്രം? ആ മന്ത്രത്തിന്റെ പേരാണ് തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. എല്ലാവരും ചൊല്ലണം. ആണും ചൊല്ലണം, പെണ്ണും ചൊല്ലണം. ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ കഅബാലയം കാണുന്നത് വരെ, നമ്മുടെ കണ്ണിൽ ഈ ആലയം തെളിയുന്നത് വരെ നമുക്ക് ചൊല്ലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ഈ യാത്രയിൽ തൽബിയത്താണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാൻ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാൻ ഇതാ വന്നിട്ടുണ്ട് എന്നാണ്. 4 പ്രാവശ്യമാണ് തൽബിയത്തിൽ ലബ്ബൈക് എന്ന ലഫ്ള് ആവർത്തിച്ച് പറയുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആണുങ്ങളും പറയണം, പെണ്ണുങ്ങളും പറയണം തൽബിയത്ത്. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഇതാണ്. ഞാൻ ഉംറക്ക് പോകുന്നത് എൻ്റെ കുടുംബക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഉംറക്ക് പോകുന്നത് എൻ്റെ അയൽപ്പക്കത്തുള്ളവരും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഉംറക്ക് പോയി, ഞാൻ മാത്രം പോയില്ല, അതുകൊണ്ട് എനിക്ക് അവരുടെ ഇടയിൽ ഒരു കുറവുണ്ട്, ഞാൻ മാത്രം ഉംറക്ക് പോകാത്തോളാണ്. ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നത്തിന് വേണ്ടി പോകുന്നവളല്ല ഞാൻ. എൻ്റെ വിദേശത്തുള്ള സൗദിയിലുള്ള ഭർത്താവിനെ കാണാനും ആ ഭർത്താവിനോടൊപ്പം കുറച്ചു കാലം അവിടെ സമയം ജീവിക്കാനും വേണ്ടിയിട്ട് ഒരു ഉംറ എന്ന ഓമന പേരിൽ പോകുന്നവളും അല്ല ഞാൻ. ഈ യാത്രക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു ഭൗതികമായ ചുറ്റുപാടുണ്ടാക്കാൻ വേണ്ടിയിട്ടോ പോകുന്നവനും അല്ല ഞാൻ. പോക്കിന് ഒരു ലക്ഷ്യമുണ്ട്. പോക്കിന്റെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു യാത്ര ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ ഉംറ നിർവഹിക്കുക എന്ന ഈ ആഗ്രഹം എൻ്റെ റബ്ബ് എന്നെ ക്ഷണിച്ചിട്ടും എൻ്റെ റബ്ബ് എന്നെ വിളിച്ചിട്ടുമാണ് ഞാൻ പോകുന്നത്. ഞാൻ ഈ ദുനിയാവിലേക്ക് കാലിയായ കൈയുമായി വന്നവനാണ്. ചെറിയ സമയം കൊണ്ട് എൻ്റെ കൈകളിൽ അള്ളാഹു വെച്ചു തന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. എത്ര പെട്ടെന്നാണ് അള്ളാഹു നമ്മളെ ധന്യരാക്കിയത്, എത്ര പെട്ടെന്നാണ് അള്ളാഹു നമ്മളെ സമ്പന്നരാക്കിയത്. ഒരല്പസമയം പിറകിലേക്ക് നമ്മുടെ മനസ്സ് ഒന്ന് ഓടിപ്പോയാൽ ചവിട്ടുന്ന ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത കൊല്ലങ്ങൾ കാലങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഇല്ലേ? മാന്യമായി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ആഹാരങ്ങളില്ലാത്ത ദിവസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ വയറ് നിറച്ച് ഊട്ടി നല്ല വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയാത്ത നാളുകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലൊരു വീടും നമുക്ക് നല്ല വാഹനങ്ങളും നമുക്ക് നല്ല ചുറ്റുപാടും അല്ലാഹു ചെറിയ സമയത്തിനുള്ളിൽ അല്ലാഹു നമ്മുടെ കൈകളിൽ വെച്ച് നൽകി. ഇത് റബ്ബ് നമ്മളോട് കാട്ടിയ വലിയ നിഅമത്താണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളെ റബ്ബ് നിങ്ങളോട് ചെറിയ സമയത്തിനുള്ളിൽ വലിയ ഔദാര്യം കാണിച്ചു. ഈ നിഅമത്തിന് നിങ്ങൾ ഒരു നന്ദി ചെയ്യണം. ആ നന്ദിയാണ്
അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ വെക്കപ്പെട്ട ഒന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ ഹറം സ്ഥിതി ചെയ്യുന്ന, കഅബാലയം സ്ഥിതി ചെയ്യുന്ന ആ പരിശുദ്ധമായ ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിയിലേക്ക് റബ്ബിന്റെ വിളിക്കുത്തരം നൽകി അതിനെ ചുറ്റാൻ വേണ്ടി നിങ്ങൾ ഒരു പ്രാവശ്യം പോകണം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ഞാൻ അതിനാ പോണേ. അത് പോകുമ്പോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ലക്ഷത്തിന്റെയും കോടികളുടെയും ഊക്കും അതിന്റെ വമ്പൊന്നും കയ്യിലുണ്ടായിട്ട് ഗുണമില്ല. അതുകൊണ്ട് ആരും പോകണ്ട. ഒന്നുമില്ലാത്തൊരു കാലം നമുക്കുണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലാത്തൊരു കാലം. നമുക്ക് ഒരു ഓട്ടോറിക്ഷയിൽ സ്വന്തമായി വാടക കൊടുത്തു പോകാൻ കഴിയാത്ത കാലം. അന്ന് നമ്മൾ ലൈനിലോടുന്ന ബസ്സുകൾ ആശ്രയിച്ച് യാത്ര ചെയ്തിരുന്ന കാലം. അതിനു പകരം ഇന്ന് നമുക്ക് സ്വന്തം വാഹനത്തിൽ പോകാനും ആകാശത്തിലൂടെ വിമാനത്തിലൂടെ യാത്ര ചെയ്യാനുമുള്ള വലിയ സൗകര്യങ്ങളിലേക്ക് അല്ലാഹു നമ്മളെ കൈപിടിച്ചുയർത്തി. അതുകൊണ്ട് പുതിയ കാലത്ത് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള സൗകര്യങ്ങൾ ഓർക്കാതെ പഴയതിനെ ഓർത്തിട്ട് യാത്ര ചെയ്യാൻ കഴിയണം. ഒന്നുമില്ലാത്ത എന്നെ എന്റെ റബ്ബ് എത്ര പെട്ടെന്നാണ് ഉയർത്തിയതും വളർത്തിയതും. എവിടെയും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ റബ്ബ് ഇതാ കൊണ്ടുപോവുകയാണ്. എന്റെ റബ്ബ് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്റെ കയ്യിൽ എന്റെ പവറൊന്നുമില്ല. എന്റെ റബ്ബ് എന്നോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യം. അത് ആശിച്ച് ഒരു ചെറിയവനായി, വിനീതനായി, അള്ളാഹുവിന്റെ അതിഥിയായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അവന്റെ ആലയത്തെ കണ്ണ് നിറയെ കാണണം എന്ന കൊതിയിൽ മക്കയിലേക്ക് യാത്ര ചെയ്യാനാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്തിനാണ് ഞാൻ ഉംറക്ക് പോകുന്നത് എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇത്രയാണ്: ഒന്നുമില്ലാത്ത എന്റെ കയ്യിൽ ഒരുപാട് നിഅമത്തുകൾ വെച്ച് തന്ന അള്ളാഹ് എന്നെ മരിക്കുന്നതിനു മുമ്പ് അവനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ വെച്ച ഒന്നാമത്തെ പള്ളിയായ മക്കത്തെ പള്ളിയിലേക്ക്, മസ്ജിദുൽ ഹറമിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. ഖുർആൻ സൂറത്ത് ബഖറയിലും സൂറത്ത് ആലി ഇമ്രാനിലും ഒക്കെ ആ വിളിയുണ്ട്. ഞാൻ ഓതിയപ്പോൾ പലപ്പോഴും ആ ആയത്തുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഞാൻ ആ വിളിക്കുത്തരം നൽകിയിട്ടാണ് തൽബിയത്ത് ചൊല്ലി കഅബാലയത്തിലേക്ക് പോകുന്നത്. ഇതാണ് പോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയ്യത്ത്. നിയ്യത്ത് ശരിയില്ലെങ്കിൽ കർമ്മങ്ങൾക്ക് പ്രതിഫലമില്ല. എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. പോകുന്നതിന് മുമ്പ് എന്താണ് നിങ്ങളുടെ പോക്കിന്റെ ലക്ഷ്യം? ഇതാണ് അല്ലാഹു ആദ്യം നോക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അമലുകൾ സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിയ്യത്ത് തെറ്റരുത്. നിയ്യത്ത് തെറ്റിയാൽ കർമ്മങ്ങൾക്ക് കൂലിയില്ല. ഈ യാത്രയിൽ എന്ത് ത്യാഗം സഹിച്ചാലും, എത്ര വിശപ്പ് സഹിച്ചാലും, എത്ര വിയർപ്പൊഴുക്കിയാലും ഒരു തരി പ്രതിഫലം നിയ്യത്ത് തെറ്റിയാൽ നമുക്ക് കിട്ടില്ല. നേരെ മറിച്ച് നിയ്യത്ത് നല്ലതുണ്ടോ? ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രെസ്സുകൾ, ക്ലാസ്സുകളിലേക്ക് വരുന്നു, മറ്റു ഒരുക്കങ്ങൾ നടത്തുന്നു, യാത്രക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നു. എല്ലാത്തിനും നമുക്ക് പ്രതിഫലം കിട്ടും, എല്ലാത്തിനും നമുക്ക് കൂലി കിട്ടും. യാത്രാ രേഖകൾ ശരിയാക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടം ചില്ലറ ഓട്ടമൊന്നുമില്ല, നട്ടോട്ടമാണ് ഓടുന്നത്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി പോയാൽ, ഒരു നമ്പർ മാറിപ്പോയാൽ എല്ലാം തകരാറിലാകും. അതൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടതുണ്ട്. ഉമ്മയുടേത് ശരിയാക്കണം, ഭാര്യയുടേത് ശരിയാക്കണം, കൂടെ പോകുന്നവരുടേതൊക്കെ ശരിയാവണം. എല്ലാം ശരിയാക്കാൻ വേണ്ടി നമ്മൾ സഹിക്കുന്ന ഈ മുഴുവൻ ടെൻഷനുകൾക്കും റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എപ്പോൾ നമ്മുടെ നിയ്യത്ത് നന്നായാൽ. അതുകൊണ്ട് അല്ലാഹ് എന്ന നിയ്യത്തിൽ പുറപ്പെടാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പുറപ്പെട്ടു, റസൂലുള്ളാഹി ഉംറക്ക് പുറപ്പെട്ടു. 4 ഉംറ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹജ്ജിന് ഉംറക്കൊക്കെ വരുമ്പോൾ റസൂലുള്ളാഹി പറയുന്നൊരു വാക്കുണ്ട്: അല്ലാഹുമ്മ അല്ലാഹുമ്മ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഒരു ഹജ്ജ്, ഒരു ഉംറ, ലാ സുംഅത ഫീഹാ വലാ റിയാ, കൊട്ടും കൊരവയുമില്ലാത്ത ഒരു ഹജ്ജ്, കൊട്ടും കൊരവയുമില്ലാത്ത ഒരു ഹജ്ജ്, കേളിക്ക് വേണ്ടിയിട്ടല്ലാത്ത ഒരു ഹജ്ജ്. ചില ആളുകൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുമ്പോൾ ഒരു കല്യാണം പോലെ തന്നെയാണ്. വീട്ടിൽ വലിയ സൽക്കാരം, ആളുകളെ മുഴുവൻ അറിയിക്കല്, കുടുംബക്കാരുടെ സകല വീടുകളിലേക്കും കയറിപ്പോകല്,
എല്ലാവരോടും പറയല് അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഒക്കെ ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നാട്ടിലെ മുഴുവൻ ആളുകളെയും അറിയിച്ചും ഒരു കേളിക്കും ഒരു കുരവക്കും വേണ്ടിയിട്ട് ഹജ്ജിനും ഉംറക്കും പോകാതിരിക്കലാണ് നല്ലത്. അങ്ങനെ പോകാൻ പാടില്ല. ഹജ്ജിനും ഉംറക്കും പോയതൊക്കെ നിങ്ങൾ അറിയിക്കണമെങ്കിൽ പോയി വന്നതിന് ശേഷം അറിയിക്കണം. നിങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെയും കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിച്ചിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ അവരോട് ഇതേപോലെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയണം, നിങ്ങൾ ഈ യാത്ര വൈകിപ്പിക്കരുത്. ഈ യാത്ര ആയുസ്സിലൊരിക്കൽ നടത്തിയേ മതിയാകും. നിങ്ങൾ പല ആവശ്യത്തിനും വേണ്ടി വെറുതെ ലക്ഷങ്ങൾ പൊടിപൊടിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പകരം അത് ഈ ഒരു യാത്രക്ക് വേണ്ടി മാറ്റിവെക്കണം. അവിടെ കാണാനുണ്ട്, അത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. അവിടെ ചില ചരിത്രങ്ങളുണ്ട്, അത് പഠിച്ചില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് ഫലമില്ല. അതൊക്കെ വന്നതിന് ശേഷം ആളുകളോട് പറഞ്ഞു കൊടുക്കണം. പോകുന്നതിന് മുമ്പ് നമ്മൾ പോകുന്നതിനെ അറിയിച്ച് വീടുകളിലൊക്കെ കയറി നടന്ന് ഇറങ്ങി ക്ഷീണിച്ച് അവസാനം യഥാർത്ഥത്തിൽ നടക്കാനുള്ള മക്കയിലേക്ക് മദീനയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. നടത്തല്ല ഇവിടെ തന്നെ നടന്നു തീർത്തിനി. പോകുന്നതിന് മുമ്പ് റെസ്റ്റാണ്. ഒരാഴ്ച വീട്ടിൽ അടങ്ങി ഒതുങ്ങിക്കണം. ഇനി നമുക്ക് കുറെ നടക്കാനുണ്ട്, കുറെ സ്ഥലങ്ങളിലേക്ക് കയറി പോകാനുണ്ട്, കൊല്ലം മലകൾ കയറാനുണ്ട്, കുറെ സ്ഥലങ്ങൾ ചുറ്റാനുണ്ട്. കുറെ ഉംറ ചെയ്യുമ്പോൾ കുറെ തവാഫിനും സഈനും നടക്കാനുള്ള ആരോഗ്യം മാറ്റിവെക്കാനുണ്ട്. അപ്പോഴേക്ക് ക്ഷീണിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് അത്യാവശ്യം പറയേണ്ട വീടുകൾ ഉണ്ടാകും. നാം ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന, നാം ഏറ്റവും കൂടുതൽ ഇടപെടുന്ന, നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകൾ ഉണ്ടാകും. അവരോട് പറയണം. ചില ആളുകളുമായി നമുക്ക് ബാധ്യതകൾ ഉണ്ടാകും. അവരോട് പ്രത്യേകം പറയണം. കാരണം ബാധ്യതകളൊന്നും ബാക്കി വെച്ചിട്ട് ഈ യാത്രക്കാരും വരാൻ പാടില്ല. ബാധ്യതകൾ തീർക്കണം. ഈ യാത്രക്ക് മുമ്പ് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർക്കണം. പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കണം. പിണങ്ങിയതൊക്കെ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് പോകാം. അല്ലാതെ നല്ല സന്തോഷത്തിലോ നല്ല സ്നേഹത്തിലോ ഒരു പ്രശ്നമില്ലാത്ത എല്ലാ വീടുകളിലേക്കും കയറി ഇറങ്ങുന്നത് ശരിയല്ല. ഇന്ന് ആളുകൾ ചെയ്യുന്നത് എന്തറിയോ? നല്ല സ്നേഹമുള്ള വീട്ടിലേക്ക് പോകും, പിണങ്ങിയ വീട്ടിലേക്ക് പോകില്ല. പിണങ്ങിയ വീട്ടിലേക്കാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത്. അവരോട് പറയണം. അയൽവാസിയായിരിക്കും, കുറെ വർഷമായിട്ട് പോക്കില്ല, വരവില്ല, മുണ്ടലില്ല, സലാം പറയലില്ല, മടക്കലില്ല, ക്ഷണിക്കലില്ല, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കലില്ല. ചെറിയ പ്രശ്ന. അവളെ മോളെ നോക്കാൻ വന്നപ്പോ നമ്മളോട് പറഞ്ഞിട്ടില്ല, അതെന്നെ പ്രശ്നം, അതിനാണ് പണങ്ങിയത്. അല്ലെങ്കിൽ കല്യാണത്തിന് വിളിച്ചപ്പോ അത് കുറെ അവസാന സമയത്തായി പോയി വിളിച്ചത്, ബാക്കി എല്ലാവരും നേരത്തെ വിളിച്ചിന്. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. സ്വന്തം അയൽപ്പക്കത്ത പല സ്ഥലത്തുനിന്നും കാണുന്നു, പക്ഷെ കണ്ടിട്ടും കാണാത്ത പോലെ മുഖം തിരിക്കുന്നു. ഈ കിബറൊന്നും വെച്ചിട്ട് ആരും ഉംറക്ക് വന്നിട്ട് ഫലമില്ല. വരുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പരസ്പരം ശരിയാക്കേണ്ട ചില ബന്ധങ്ങളുണ്ട്. ഇന്ന് ഉമ്മയും ഉപ്പയും മക്കളും തമ്മിൽ തെറ്റുന്ന കാലമാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ തമ്മിൽ നേരുപിടിക്കാത്ത കാലമാണ്. ആങ്ങളയോട് ശരിയില്ല, അനിയത്തിയോട് ശരിയില്ല, ഏട്ടത്തിയോട് ശരിയില്ല. ഇങ്ങനെ ഈ ശരിയില്ലാത്തതൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ട് നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ എത്ര കരയാൻ വന്നാലും, റബ്ബിന്റെ മുന്നിൽ എത്ര പറയാൻ വന്നാലും അതൊന്നും അള്ളാഹ് കേൾക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് ശരിയായിക്കോളി. ഇത് അള്ളാഹ് തരുന്ന ഒരു അവസരമായിരിക്കും. ഇതൊരു അവസാനത്തെ ചാൻസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് പിണങ്ങിയവരോട് പിണക്കം തീർക്കാൻ വേണ്ടി ഈ യാത്രക്ക് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ പോകണം. ആ വീട്ടിൽ അങ്ങോട്ടേക്ക് കയറി ചെന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞ് അന്നത്തെ പ്രശ്നം ഞാനാണ് അതിന്റെ ഉത്തരവാദി, എന്റെ ഭാഗത്തുനിന്നാണ് തെറ്റ്, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, എനിക്ക് മാപ്പ് തരണം, ഞാൻ ഒരു ഉംറക്ക് പോവുകയാണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നിനക്ക് വേണ്ടിയും ഞാൻ ദുആ ചെയ്യാം എന്ന് പറയാൻ നമ്മുടെ മനസ്സ് താന്നു കൊടുത്താൽ ഈ യാത്രയിൽ നമ്മൾ വിജയിക്കും. അതല്ല, നീ ആ വീടുകളിലേക്കൊന്നും കയറാണ്ട് ബാക്കി വീടുകളിലൊക്കെ കയറിറങ്ങി വിരുന്നും കഴിച്ച് അവസാനം നീ പിണങ്ങിയ ഈ വീട്ടുകാര് നീ യാത്ര പോകുന്നത് അറിഞ്ഞ് നീ പറയാതെ അവരുടെ ഇഷ്ടത്തിൽ നിന്റെ വീട്ടിലേക്ക് ചിലപ്പോ ഇങ്ങോട്ടേക്ക് വരും. യാത്ര പോകുമ്പോ അവസാനമായി നിന്റെ കൈപിടിക്കാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞിട്ടൊന്നുമില്ല, ആ മനുഷ്യൻ അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഉംറക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസാനത്തെ ദിവസം നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എല്ലാവർക്കും കൈ കൊടുക്കുമ്പോ നിന്റെ കണ്ണുകളിൽ ആ മുഖം തെളിഞ്ഞു. ഏത് മുഖം? നീ പിണങ്ങി നിൽക്കുന്ന ആ മുഖം. അറിയാതെ നീ പറയാതെ നിന്റെ വീട്ടിലേക്ക് അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോ നിന്റെ മനസ്സിൽ ഇബ്ലീസ് പറഞ്ഞെന്തറിയോ?
അവള് വന്നിട്ടുണ്ട്, അവള് വരാണ്ട് എവിടെ പോവും? എൻ്റെ അടുത്തേക്ക് അവള് വരാണ്ടിക്കോ? വരട്ട്. കിബിറാണ് മനസ്സിൽ. എല്ലാവർക്കും കൈ കൊടുത്തപ്പോ ആ പാപത്തിന് നീ കൈ കൊടുത്തില്ല. എല്ലാവരെയും നീ കെട്ടിപ്പിടിച്ചപ്പോ ആ പാപത്തിന് മാത്രം നീ കെട്ടിപ്പിടിച്ചില്ല. ആ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാകും. ആ വേദന കാരണം ഒരു പക്ഷേ നീ പുറപ്പെടുന്ന ഈ ഗ്രൂപ്പ് ഒന്നടങ്കം പരീക്ഷിക്കപ്പെടാൻ അത് മതിയാവും. നീ മാത്രമല്ല, പിണങ്ങിയാൾ മാത്രമല്ല, നീ ഉൾക്കൊള്ളുന്ന 10-40 പേരടങ്ങുന്ന ഈ സംഘത്തിന്റെ യാത്ര തന്നെ വലിയ പ്രയാസത്തിലാകാൻ അത് കാരണമാകും. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു, ആരെങ്കിലും പരസ്പരം കുടുംബത്തിലോ മറ്റോ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ ക്ലാസ്സിൽ ഇരിക്കേണ്ടതില്ല, എഴുന്നേറ്റ് പോ എന്ന്. അത്ര വലിയ പ്രശ്നമാണ് പിണക്കം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ശരിക്ക് ഈ യാത്രക്ക് മുമ്പ് ശരിക്ക് പഠിച്ചോളിൻ. അതൊക്കെ തീർക്കല് ഉംറ സ്വീകരിക്കാനുള്ള നിർബന്ധമായ ഭാഗമാണത്. നിർബന്ധമായ ഭാഗമാണ്. ഒന്ന്, മനുഷ്യർ പരസ്പരം കറക്റ്റ് ശരിയാവണം. പടപ്പുകൾ തമ്മിൽ ശരിയാവണം, എങ്കിലേ പടച്ചവൻ നമ്മളെ എടുക്കുള്ളൂ. പടപ്പുകൾക്ക് നേരെ നാം കണ്ണു ചിമ്മി പടപ്പുകളോടുള്ള അവകാശങ്ങൾ ബാക്കിയാക്കി പടച്ചവനെ എത്ര വിളിച്ചാലും അള്ളാഹു ആ വിളി കേൾക്കൂല. പ്രത്യേകിച്ച് ഉപ്പാനോടും ഉമ്മാനോടും സ്വന്തം ജ്യേഷ്ഠനോടും അഞ്ചനോടും അയൽവാസികളോട് വലിയ ബാധ്യതയുള്ളവരാണ് നമ്മുടേത്. ചിലപ്പോഴൊക്കെ എയർപോർട്ടിൽ നിന്ന് ചില ഗ്രൂപ്പിലുള്ള ആളുകളെ കാണുമ്പോൾ എയർപോർട്ടിലെ മറ്റു സ്വകാര്യ യാത്രക്കാര് അവർ പറയും, നമ്മളെ വിളിച്ചിട്ട് അയാളെൻ്റെ കൂടെ ഉംറക്കാണ്. ഉംറക്ക നാട്ടിൽ എത്ര ആൾക്ക് പൈസ കൊടുക്കാനുണ്ടറിയും. എത്ര മോശമാണത്. ആ അഭിപ്രായം എത്ര മോശമാണ്. നാട്ടിൽ പലർക്കും കടം കൊടുക്കാനുണ്ട്, പല സ്ഥലങ്ങളിലും വാങ്ങിയത് ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉംറക്ക് പോവാൻ എന്ത് ഫലം? ആ കടമല്ലേ കൊടുക്കേണ്ടത് ആദ്യം, അതല്ലേ വീട്ടേണ്ടത്. അയാൾക്ക് ഉംറ നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് ആളുകളെ ആ തരത്തിൽ പറയിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. തീർക്കേണ്ടത് യാത്രക്ക് മുമ്പ് ഈ തരത്തിൽ തീർക്കാൻ നമുക്ക് കഴിയണം. ഇത് വളരെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. രണ്ടാമത്, ഈ യാത്രക്ക് ഉപയോഗിക്കുന്ന പണം പരിപൂർണമായും ഹലാലായ പൈസ ആയിരിക്കണം. ഹറാമിന്റെ ഒരു തരി പൈസ ഉണ്ടെങ്കിൽ നീ ചൊല്ലിയ ഒരു തൽബിയത്തും ആകാശത്തേക്ക് ഉയർന്നു പോകില്ല. അതുകൊണ്ട് ഈ യാത്രക്ക് ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന പണവും, ഈ യാത്രക്ക് വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കാൻ നീ ചെലവഴിക്കുന്ന കാശും, ഈ യാത്രയിൽ ഭക്ഷണത്തിനും പാനീയത്തിനും വേണ്ടി നീ ഉപയോഗിക്കുന്ന ചെലവിനുള്ള പൈസയും അത് മുഴുവൻ ഹലാലായിരിക്കണം. ഹലാലായ പൈസ കൊണ്ട് ഉംറക്ക് വന്നാൽ അവന്റെ തൽബിയത്ത് അല്ലാഹു എടുക്കും. ഒരു തരി ഹറാമിൽ അത് കലർന്നിട്ടുണ്ടെങ്കിൽ ആകാശത്ത് നിന്ന് മലക്കുകളുടെ റിപ്ലൈ വരും, ലാ ലബ്ബൈക വലാ സഅദൈക. നിന്റെ തൽബിയത്ത് അല്ലാഹു കേട്ടിട്ടില്ല, നിന്റെ വിളിക്ക് അല്ലാഹു ഉത്തരം നൽകിയിട്ടുമില്ല. കാരണം സാദുക ഹറാം വമത്അമുക ഹറാം വമശ്റബുക ഹറാം. ഈ യാത്രക്ക് വേണ്ടി നീ തിന്നാനും കുടിക്കാനും ചെലവിനും വേണ്ടി ഉപയോഗിച്ച പണം നിഷിദ്ധമായതാണ്, ഹറാമായതാണ്. അതുകൊണ്ട് അള്ളാഹു നിന്റെ തൽബിയത്ത് ഒന്നും സ്വീകരിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പൊ ഇരുന്ന് പഠിക്കേണ്ട വിഷയമാണ്. നാളെ ഞാൻ മക്കത്തെത്തിയിട്ട് ഉംറയെല്ലാം കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴാണ് ഇത് പറയേണ്ടത്. അതുകൊണ്ട് ഒന്ന്, പിണക്കങ്ങൾ തീർത്തിട്ട് വരണം. രണ്ട്, പരിപൂർണമായും ഹലാലായ പൈസ കൊണ്ട് ഉംറക്കുള്ള ചെലവ് മുഴുവൻ കണ്ടെത്തണം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു നല്ലവനാണ്, നല്ലതേ അവൻ സ്വീകരിക്കും. ഇതും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. ഇനി ശരിയാക്കി നമ്മൾ അല്ലാഹ് എന്ന നിയ്യത്ത് ശരിയാക്കി. ആദ്യം പറഞ്ഞതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാ പിണക്കങ്ങളും തീർത്തു, ഹലാലായ പൈസ കണ്ടെത്തി ഈ യാത്രക്ക് നമ്മൾ പുറപ്പെടാൻ. നമ്മുടെ നാട്ടിൽ നിന്ന് 4000 കിലോമീറ്റർ ദൂരമാണ് കഅബാലയം സ്ഥിതി ചെയ്യുന്നത്, മക്ക എന്ന് പറയുന്ന ഈ നാട്. പ്രിയമുള്ളവരെ, ഈ നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോ ഇത്രയധികം ദിവസങ്ങൾ നമ്മുടെ ബിസിനസ്സുകൾക്ക് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, നമ്മുടെ കുടുംബത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. പലതും നമുക്ക് പല തർത്തീബാത്തുകളും ഈ യാത്രക്ക് വേണ്ടി 10-15 ദിവസം മാറി നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്തതിന് പകരം അല്ലാഹു നമുക്ക് എന്ത് തരാമെന്നാണ് പറഞ്ഞത്? നല്ല ചൂടുള്ള സമയമാണ് മക്കയിലും മദീനയിലും. ചൂടിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല. 40 മുകളിൽ തന്നെയാണ് ഇപ്പോഴും ചൂട്.
അപ്പൊ ഈ ചൂട് സഹിക്കുന്നു, വിശപ്പ് സഹിക്കുന്നു, വിയർപ്പ് സഹിക്കുന്നു. യാത്ര എന്ന് പറയുന്നത് എത്ര സൗകര്യമുള്ളതാണെങ്കിലും ഒരു ക്ഷീണം തന്നെയാണ് യാത്ര. ലോകത്തെ ഏറ്റവും ഫെസിലിറ്റിയുള്ള യാത്രയാണ് വിമാനയാത്ര. അത്ര സൗകര്യമുള്ള, അത്ര സൂക്ഷ്മ പരിശോധനയുള്ള ഒരു യാത്ര പറയില്ല. എന്നാൽ പോലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും, മടുപ്പുണ്ടാവും. 6 മണിക്കൂർ ഒരേ ഫ്ലൈ, ഒറ്റ പറക്കല്, ഇരുന്ന് മടുക്കും. ഫ്ലൈറ്റിൽ ഇരിക്കണം എന്നുള്ളതിന്റെ മോഹം അതിനോട് തീരും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ തിന്നാനും കുടിക്കാനൊന്നും തീരെ കൊടുക്കാത്ത ഫ്ലൈറ്റും. എപ്പോഴെങ്കിലും ചോദിച്ചെങ്കിൽ ഒരു കുപ്പി വെള്ളം നെഞ്ചിലേക്ക് എറിഞ്ഞു തരും എയർ ഹോസ്റ്റസ്, അത്ര തന്നെ. പച്ചവെള്ളം, വേറൊരു സാധനമില്ല ഫ്ലൈറ്റിൽ. മടുക്കും നമുക്ക്, വിശക്കും നമുക്ക്, വിയർക്കും നമുക്ക്. ഇതിനൊക്കെ പകരം അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞ 2 സംഗതികളുണ്ട്. ആ 2 സംഗതികളിൽ നമ്മുടെ കണ്ണ് നാം കേന്ദ്രീകരിക്കണം. നമ്മുടെ ഖൽബിനെ നാം അതിൽ പിടിച്ചു കെട്ടണം. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ പുറകുറുക്കൂല. എന്ത് അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതിൽ ഒരു പരാതിയുമില്ല. എന്താ കാരണം അറിയോ? ഇതിനെല്ലാം പകരം എൻ്റെ റബ്ബ് എനിക്ക് 2 സമ്മാനം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുന്നത് മക്കയിലേക്കാണ്, ഞാൻ ചെല്ലുന്നത് കഅബാലയം കാണാനാണ്, ഞാൻ ആശിക്കുന്നത് ഇതിനൊന്ന് ചുറ്റാനാണ്. അതെൻ്റെ റബ്ബിന്റെ കൽപ്പനയാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ എൻ്റെ റബ്ബ് എനിക്ക് തരാമെന്ന് പറഞ്ഞ 2 സംഗതി. ഒന്നെന്താ അറിയോ? ഞാൻ ചെയ്ത എല്ലാ തെറ്റും കുറ്റവും എൻ്റെ റബ്ബ് എനിക്ക് മാപ്പാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഉംറ. ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? ആരും ഒഴിവല്ല. മനുഷ്യരായ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ അതിൽ നിന്ന് ഒഴിവല്ല. നമുക്കൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എത്ര പാപത്തിന്റെ കറകളാണ് ഈ കണ്ണിലുള്ളത്, എത്ര പാപത്തിന്റെ കറുത്ത പുള്ളികളാണ് കൽബില് പതിഞ്ഞിട്ടുള്ളത് ഉണ്ട്. ഇതെല്ലാം അല്ലാഹു കഴുകിക്കളഞ്ഞ് ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ നമ്മളെ ആദി പരിശുദ്ധിയിലേക്ക് മടക്കാൻ വേണ്ടി അല്ലാഹ് നമുക്ക് നൽകിയൊരു ചാൻസ് ആണ് ഈ യാത്ര. അതുകൊണ്ട് ഈ യാത്രയിൽ വിശന്നാലും എനിക്ക് കുഴപ്പമില്ല, വിയർത്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മടുപ്പ് വന്നാലും എനിക്ക് പ്രശ്നമല്ല, എന്ത് ടെൻഷൻ ഉണ്ടായാലും എനിക്ക് പ്രശ്നമല്ല, എത്ര ഡിലേ ഉണ്ടായാലും എനിക്കത് നോ പ്രോബ്ലം. കാരണം എൻ്റെ റബ്ബ് ഈ യാത്രയിലൂടെ എൻ്റെ പാപങ്ങൾ എങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലും കണ്ണിലും കൽബിലും ഒക്കെ പതിഞ്ഞിട്ടുള്ള എല്ലാ പാപത്തിന്റെയും കറകൾ കഴുകിക്കളഞ്ഞ് ഞാൻ ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ, ഒരു നവജാത ശിശുവിനെ പോലെ, ഒരു ന്യൂ ബോൺ ബേബിയെ പോലെ അള്ളാഹു എന്നെ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമല്ല. നിയത്തുണ്ടാവണം. ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ, പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. അതിന് നമ്മൾ പോണേ. ഇത് ഉല്ലാസയാത്രയല്ല. എല്ലാവരും പഠിച്ചോളി. 80,000 85,000 കൊടുത്തു എന്ന് വിചാരിച്ച് ആരും വിചാരിക്കേണ്ടതില്ല ഇതൊരു ഉല്ലാസയാത്രയാണ് എന്ന്, ഇതൊരു സുഖവാസയാത്രയാണ് എന്ന്, ഇതൊരു എന്റർടൈൻമെന്റ് ടൂറാണ് എന്ന് അല്ല. ഇത് പുണ്യം തേടിയിട്ടുള്ള, പാപങ്ങൾക്കുള്ള പരിഹാരം തേടിയിട്ടുള്ള ഒരു തീർത്ഥാടന യാത്രയാണ്. മക്കയിലേക്ക് ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്തേക്ക്. അതുകൊണ്ട് പലതും സഹിക്കേണ്ടി വരും. സഹിക്കാൻ നാം റെഡിയാവണം. പകരം അല്ലാഹു തരാൻ പറഞ്ഞതിൽ അത് നമുക്ക് ശരിക്കും ഓർമ്മ വേണം. എൻ്റെ എല്ലാ തെറ്റും കുറ്റവും എൻ്റെ റബ്ബ് എനിക്ക് മാപ്പാക്കി തരും. ഞാൻ എങ്ങാനും ഉംറ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ സംഭവിക്കുക. അങ്ങനെ എത്രയോ സംഭവിച്ചിട്ടുണ്ട്. ഹറമുകളിൽ ഓരോ വഖത്തുകളിലും മയ്യത്ത് നിസ്കാരമുണ്ട്. ഓരോ ഫർള് നിസ്കാരം കഴിഞ്ഞാലും അനൗൺസ്മെന്റ് വരും, അസ്സലാത്തു അലൽ അംവാതി വല്ലതുഫാലി യർഹമുകുമുല്ലാഹ്. നിങ്ങൾ ഈ അനൗൺസ്മെന്റ് കേൾക്കും. അവിടുന്ന് അനൗൺസ്മെന്റ് എന്തറിയോ? സലാം വിട്ടിക്കഴിഞ്ഞാൽ ഉടനെയുള്ള ഈ അനൗൺസ്മെന്റ്, മയ്യത്ത് നിസ്കാരം നടക്കാൻ പോകുന്ന ഹറമിൽ എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. നിരത്തി വെച്ചിട്ടുണ്ടാവും മയ്യത്ത് വെക്കുന്ന സ്ഥലത്ത്. ഒരു കൗണ്ടർ ഉണ്ട് മയ്യത്ത് വെക്കുന്ന സ്ഥലം. 10-15 മയ്യത്തുകളാണ് ളുഹറിന്, അസറാകുമ്പോഴേക്ക് വീണ്ടും, മഗ്രിബിന് വീണ്ടും, ഇശാഇനും സുബഹിനും. ഒരു വഖത്ത് തിരിച്ചു വരുന്നത് വരെ മക്കയിലോ മദീനയിലോ മയ്യത്ത് നിസ്കാരം ഇല്ലാത്ത ഒരു വഖത്ത് നിസ്കാരം ഉണ്ടാവില്ല നമുക്ക്. ആരാ മരിച്ച്? നമ്മളെ പോലെ ഉംറക്ക് പോയവർ, ആ നാട്ടുകാർ. അതുകൊണ്ട് ഒരു പക്ഷേ ഈ യാത്രയിൽ അത് സംഭവിക്കാം. ഇഹ്റാമിലാണത് സംഭവിക്കുന്നതെങ്കിൽ ആ മരിച്ചയാളുടെ മുഖം ഒന്നും മറച്ചിട്ടുണ്ടാവില്ല.
ഇഹ്റാമിൽ നമ്മൾ ഇട്ടിരിക്കുന്ന അതേ 2 ഡ്രസ്സ് തന്നെ ആയിരിക്കും നമ്മുടെ ഇഹ്റാം, നമ്മുടെ മയ്യത്ത് കഫൻ തുണി അത് തന്നെ. 3 തുണിയില്ല, നമുക്ക് 2 തുണി തന്നെ. നാളെ ആഖിറത്തിൽ ഖബറിൽ നിന്നിലേക്ക് എണീക്കുമ്പോ തൽബിയത്തിന്റെ വാക്ക് ചൊല്ലിയിട്ട് നമ്മൾ എഴുന്നേൽക്കും. ഇതൊക്കെ ആശിച്ചിട്ട്, ഇതൊക്കെ മോഹിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു പവിത്രമായ യാത്രയാണ്, ഇതൊരു പരിശുദ്ധമായ യാത്രയാണ്. എന്തു വന്നാലും നേരിടാൻ റെഡിയാവണം. മരിച്ചാൽ പോലും എനിക്ക് സങ്കടമില്ല എന്ന ദൃഢനിശ്ചയം ഉണ്ടാവണം. ഏറിയപ്പോ എന്താ സംഭവിക്കല്? ഏറിയ മരിക്കും, അതിനട്ടപ്പുറം ഒന്നാവില്ലല്ലോ. മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പേടിയുണ്ട? പേടിക്കാനൊന്നുമില്ല, ഒരു പേടിയും വേണ്ട. ഇഹ്റാമിൽ മരിക്കുക, മക്കയിൽ മരിക്കുക, ലക്ഷങ്ങളുടെ പ്രാർത്ഥന കിട്ടുന്ന മയ്യത്തുസ്കാരത്തിന്റെ ഭാഗമാവുക, അതൊക്കെ റബ്ബ് വലിയ തൗഫീഖായി കൊടുക്കുന്ന സംഗതിയാണ്. റെഡിയാവണം, നമ്മൾ എന്തിനു റെഡിയാവണം? ആ ഉറച്ച നിയ്യത്ത് വേണം. എൻ്റെ പാപങ്ങൾ മുഴുവനും എൻ്റെ റബ്ബ് എനിക്ക് മാപ്പാക്കി തരുന്ന ഒരു യാത്ര, ഒരു ഇബാദത്ത്. അതിനാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. രണ്ടാമത് അല്ലാഹു തരാമെന്ന് പറഞ്ഞ 2ാമത്തെ സമ്മാനം, അതിലും നമ്മുടെ മനസ്സ് കുടുങ്ങിക്കിടക്കണം. എന്താ അറിയത്? അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോണത്, ബൈത്തുല്ലാ, അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക്. അള്ളാഹുവാണ് ആതിഥേയൻ, നമ്മൾ അതിഥിയാണ്. നമ്മൾ അള്ളാഹ്സ് ഗസ്റ്റാണ്, അള്ളാഹുവിൻ്റെ അതിഥി. അള്ളാഹുവാണ് വീട്ടുകാരൻ, വിരുന്ന് അല്ല തരാണ്. നമ്മൾ വിരുന്ന് കഴിക്കാൻ പോവാണ്. അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ഈ പ്രായത്തിന്റെ പ്രയാസത്തിലും ഈ രോഗത്തിന്റെ ബുദ്ധിമുട്ടിലും കിലോമീറ്റർ 1000കണക്കിന് താണ്ടിയിട്ട് വന്ന ഈ ആൾക്ക് അല്ല കൊടുക്കുന്ന ഏറ്റവും നല്ല വിരുന്നെന്താ അറിയോ? അല്ല പറയാണ്, നുസുലം മിൻ ഗഫൂരിർ റഹീം. ഞാൻ അവർക്ക് ഗഫൂറും റഹീമുമായ അള്ളാഹു അവർക്കൊരു വിരുന്ന് കൊടുക്കുന്നു. ആ വിരുന്ന് സ്വർഗമാണ്. എൻ്റെ വീട്ടിലേക്ക് വന്നവർക്ക് മുഴുവൻ ഞാൻ കൊടുക്കുന്ന സമ്മാനം സ്വർഗമാണ്. വേണോ വേണ്ട? നമുക്ക് എത്ര കാലമായി സ്വർഗത്തിന് വേണ്ടി അള്ളാഹിനോട് തേടുന്നു നമ്മൾ? എത്ര കാലമായി സ്വർഗം സ്വപ്നം കാണുന്നു നമ്മൾ? അല്ല പറയണ, എൻ്റെ വീട്ടിലേക്ക് വന്നവർക്ക് ഞാൻ സ്വർഗം കൊടുക്കും. ഉംറ സ്വർഗം കിട്ടുന്ന യാത്രയാണ്, സുഖം കിട്ടുന്ന യാത്രയല്ല. സുഖം പരലോകത്താണ്. ഇവിടെ കുറെ പ്രയാസം ഉണ്ടാവും, ഈ യാത്രയിൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് സ്വർഗമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സ്വർഗം പകരം തരാമെന്ന് പറഞ്ഞ, പാപങ്ങൾ മുഴുവൻ അള്ളാഹു പരിഹരിക്കാമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ഒരു യാത്രക്കാണ് അല്ലാഹ് എന്ന നിയ്യത്തിൽ നമ്മളെല്ലാവരും ഇറങ്ങി പുറപ്പെടുന്നത്. ഇത് യാത്രക്ക് മുമ്പ് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു വിഷയമാണ് എന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഇതുവരെ കേട്ടത് ആരും മറക്കാൻ പാടില്ല. ഇത് അടിസ്ഥാനമാണ്. ഇത്ര വേണം ഒരു ഉംറക്ക് പോകുന്ന എങ്കിലേ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ യാത്രക്ക് ഒരു അടക്കവും ഒരു ഒതുക്കവും ഒരു ഇസ്ലാമികമായ ഒരു മാഹൗലും ഒരു അന്തരീക്ഷവും ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്തറിയോ? ഇല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിനെ പോലെ ആയിപ്പോവും. ടൂറിസ്റ്റിനെ പോലെ എയർപോർട്ടിൽ എന്ത് സെൽഫി, ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇത് താഴെ വെക്കൽ തന്നെയില്ല. വീട്ടിൽ നിന്ന് ഓൺലൈനിലായത് ഈ ഓൺലൈനിൽ പിന്നെ ഓഫ്ലൈൻ ആവലയില്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട്, ചില ആണുങ്ങളും അങ്ങനെ ഉണ്ട്. തൊട്ടതിനും പിടിച്ചതിനും സകലതും വീഡിയോ പകർത്തി, സകലതും ഫോട്ടോ പിടിച്ച് അവസാനം കാബയിൽ മക്കയിലെത്തിയത് ഇഹ്റാമിന്റെ വസ്ത്രമിട്ട് കാബയുടെ അടുക്കൽ നിന്ന് അവിടുന്ന് എടുത്തൊരു സെൽഫി, എന്നിട്ടത് സ്റ്റാറ്റസ് വെച്ചു. എന്നിട്ടിങ്ങനെ നോക്കുകയാണ് തോണ്ടിയിട്ട് എത്ര ആള് കണ്ടു എന്ന്, കാണേണ്ടവര് കണ്ടോ എന്ന് നോക്കുകയാണ്. ചിലരെ കാണിക്കല് ഈ യാത്രന്റെ അവരുടെ ഉദ്ദേശമായിരുന്നു. അവര് കണ്ടോ? ആ കണ്ടിട്ടുണ്ട്, ഓള് കണ്ടിട്ടുണ്ട്, ഓള് എന്നെ കാണണ്ടേ. അപ്പോൾ 85,000 ആർക്കെന്നെ വെള്ളത്തിലായി തീർന്ന്. 85,000 ആ ഒരു സ്റ്റാറ്റസോടെ 85,000 സ്വാഹ. അങ്ങനെയൊന്നും ആവരുത്. അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വീഡിയോ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല. എവിടുന്നറിയോ? നമ്മൾ പല ചരിത്ര സ്ഥലങ്ങളും കാണാൻ വേണ്ടി പോകും. ആ ചരിത്ര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിശദീകരണങ്ങൾ നൽകും. അതൊക്കെ നിങ്ങൾക്ക് പിടിക്കാം. അതൊക്കെയാണ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ ആർക്കും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതില്ല. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ആരെയും നമ്മൾ അറിയിക്കേണ്ടതില്ല. ഇബാദത്ത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോഴൊക്കെ ഫോൺ താഴെ വെച്ചിരിക്കണം. നേരെ മറിച്ച് ചുറ്റാനും കറങ്ങാനും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫോൺ പിടിക്കാം, വീഡിയോ പിടിക്കാം, ഫോട്ടോ പിടിക്കാം, ഒരു കുഴപ്പമില്ല. ഇബാദത്തിന്റെ സമയം എല്ലാം അടക്കി ഒതുക്കി വെച്ച്
കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുള്ള ഇബാദത്താണ്. അത് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാർക്കും വേറെ കാണിച്ചു കൊടുക്കേണ്ടതില്ല. അതിന് കൂലി തരേണ്ടവൻ അവൻ തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ അവനിൽ നിന്ന് കിട്ടുന്ന കൂലി നഷ്ടപ്പെടും. അതുകൊണ്ട് ഇബാദത്ത് ആ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഫോണൊക്കെ വിളിക്കും, നാട്ടുകാർ കുടുംബക്കാർ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഒക്കെ പറയേണ്ടത് എന്താ അറിയോ? എന്താ, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദിന് പോയി എന്നാ? അതൊന്നും ആരോടും പറയാൻ പാടില്ല. അതൊക്കെ സ്വകാര്യമായിരിക്കണം. അത് നമ്മളെ റബ്ബും തമ്മിലുള്ള ബന്ധമാണത്. ഞാൻ ഇത്ര ഉംറ ചെയ്ത ഉംറന്റെ എണ്ണൊക്കെ നാട്ടുകാരോട് പറയാനാ? ആരോടും അറിയിക്കണ്ട. ഞങ്ങൾ എല്ലാ ഭക്തനും പള്ളിയിലേക്ക് പോകലുണ്ട്. ഇത്ര ഓതി ഇത്ര ചൊല്ലി ചെയ്ത ഇബാദത്തുകളുടെ കയ്യും കണക്ക് ഒരാളെയും നമ്മൾ അറിയിക്കരുത്. അത് രഹസ്യമായി സൂക്ഷിക്കണം. അല്ല ഈ യാത്രക്ക് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അതിനെന്നെ പോണ്ടേ, നിങ്ങൾ വിഭവങ്ങൾ ശേഖരിക്കണേ. ഈ യാത്രയിൽ നിങ്ങൾ ശേഖരിക്കേണ്ട ഏറ്റവും നല്ല വിഭവം നിങ്ങളെ റബ്ബിനെ പേടിക്കാൻ പഠിക്കലാണ്, നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കാൻ പഠിക്കലാണ്, തഖ്വയാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കളക്ട് ചെയ്യേണ്ട അവിടുത്തെ ചരക്ക്, മക്കത്തുനിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം തഖ്വയാണ്. അതാണ് പോയിട്ടാകുമ്പോൾ ഒരു കിട്ടലുണ്ട്. നിസ്കാരത്തിന് ജമാഅത്തിന് പോകാനും സുന്നത്ത് നിസ്കരിക്കാനും ഹറമിൽ കുറേ മണിക്കൂറുകൾ ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇരിക്കാനും എത്രയോ ഖത്മുൽ ഖുർആൻ ഓതി തീർക്കാനും അപ്പൊ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അത് ചെയ്തിട്ട് പിന്നെ നാട്ടുകാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാരോടും പറയും. സ്വകാര്യമായി അത് ചെയ്തു വെക്കണം. എന്തിനറിയോ? നാളെ മരിച്ച് മരണത്തിന്റെ മുന്നിൽ മലർന്നു കിടന്നാൽ അതെ ആ മരണത്തിന്റെ സമയത്ത് മരണത്തിന്റെ വേദന കുറച്ചു കിട്ടാൻ ആ കർമ്മങ്ങൾ ഒരുപക്ഷെ കാരണമാകും. രഹസ്യമായിട്ട് സൂക്ഷിക്കണം. ആരും കാണാത്ത സമയത്ത് മലക്കുൽ മൗത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ നേരത്ത് നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്നത് കൂടെയുള്ള ആരും അറിയാത്ത ഒരു നേരത്ത് നമ്മുടെ ഈ അമലുകൾ നമുക്ക് തുണയായി കിട്ടണം. അതിന് രഹസ്യമായിട്ട് വെക്കണം. അപ്പൊ രഹസ്യമായ സമയത്ത് നടക്കുന്ന പ്രയാസങ്ങളിൽ നമുക്ക് ഇതൊരു സുഖമായിട്ട് കിട്ടും. ഖബറിൽ ആ ആരാധനകൾ നമുക്ക് നേരം പോക്കായിട്ട് വരും. അറിയില്ല, പെട്ടെന്ന് ഖബറിലെ സമയമെല്ലാം കഴിഞ്ഞു പോകും. ഈ അമലുകൾ നമുക്ക് കൂട്ടിന് വരും. നാളെ മഹ്ശറിൽ തണലായി വെളിച്ചമായി ഈ അമലുകൾ പരലോകത്ത് നമ്മളോടൊപ്പം വരും. മീസാൻ എന്ന തുലാസിൽ വലിയ ഖനമുള്ള ഇബാദത്തായി കടന്നു വരും. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ഒരുപക്ഷെ അത് കാരണമാകും. ജന്നാത്തുൽ ഫിർദൗസിന്റെ വാതിൽ നമുക്ക് നേരെ തുറക്കാനും ഈ അമലുകൾ കാരണമാകും. അതുകൊണ്ടാണ് ഇതാരോടും പറയരുത് പറഞ്ഞേ. ഇത് നമ്മൾ മാത്രം നഫ്സി നഫ്സി എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. നമ്മളെ ഭർത്താവിനെ മറക്കുന്ന സമയം, നമ്മുടെ ഭാര്യമാരെ മറന്നുപോകുന്ന സമയം, മക്കളെ കുറിച്ച് നമുക്ക് ചിന്തയില്ലാത്തൊരു സമയം. പരലോകനത് യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി. ആർക്കാരും വേണ്ട, നഫ്സി നഫ്സി. അന്ന് നമുക്ക് ഈ അമലുകൾ നമ്മുടെ തുണക്കുണ്ടാവണം. അതിന് കുറച്ച് ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോണേ. 1,00,000 ഇരട്ടി പ്രതിഫലം. എത്ര? 1,00,000 ഇരട്ടി പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിൽ മക്കത്തല്ലാണ്ട് അത് വേറെ എവിടെയില്ല. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലി. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതൊക്കെ ആശിക്കുമ്പോൾ ഇപ്പം ഒരു നിയത്തുണ്ടാവും, എന്തെങ്കിലും കുറച്ച് ചെയ്യണം. കുറെ ചെയ്യാതെ പോയി കുറെ നല്ല സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അല്ല ഇപ്പെങ്കിലും എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു മനസ്സ് തന്നല്ലോ. അതൊക്കെ ഇപ്പാണ് നമുക്ക് അതിന്റെ വില അറിയുന്നത്. ഈ സമയത്തും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. പൈസ ഉണ്ട്, സൗകര്യമുണ്ട്, പക്ഷെ മക്കത്ത് പോകുന്നതിന് അങ്ങനത്തെ ഒരു പിക്ചർ തന്നെ ഇല്ല, അങ്ങനത്തെ ഒരു മനസ്സ് തന്നെ അല്ല കൊടുത്തിട്ടില്ല. അല്ല നമുക്ക് തന്നല്ല അങ്ങനത്തെ ഒരു മനസ്സ്. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് നന്ദിയും സ്തുതിയും പറയേണ്ട സമയം. പോയാൽ നല്ലോണം ചെയ്തോണം. പരലോകത്തേക്ക് വേണ്ടത് ലഗേജുകൾ കളക്ട് നല്ലോണം ചെയ്തോണം. രണ്ട് ദുനിയാവിന്റെ ലഗേജുകൾ വരുമ്പോക്ക് 30 കിലോ കെട്ടേണ്ടിട്ട് 60 കിലോ കെട്ടിയിട്ട് എൻ്റെ ലഗേജ് നിങ്ങളെടുക്കോ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് കെട്ടാനല്ല നമ്മൾ പോണേ. ദുനിയാവ് കെട്ടാനാണെങ്കിൽ ഇവിടെ ഉണ്ട് കുറെ നല്ല ചീപ്പർ മാർക്കറ്റ്, നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങോട്ടേക്കൊന്നും പോണ്ട. അവിടെ ഹാജിമാർ അറക്കുന്ന പൈസയാണ്. എന്തു കൊടുത്താലും വാങ്ങും ആൾക്കാർ. കാരണം ലോകത്തിന്റെ നാനാഭാഗത്ത് വരുന്ന ആൾക്കാരാണ്. എത്ര വില പറഞ്ഞാലും വാങ്ങാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവിടെ അതിനൊക്കെ ഭയങ്കര പൈസയാണ്. അതിനൊന്നും ആരും പോകേണ്ടതില്ല. അവിടുന്ന് കൊണ്ടുവരേണ്ട 2 സാധനമേ ഉള്ളൂ. ഒന്ന് സംസം വെള്ളവും അജുവ കാരക്കയും, വേറൊന്നുമില്ല.
ബാക്കിയെല്ലാം ഇവിടെ കിട്ടും, അതിനേക്കാൾ കുറവിൽ കിട്ടും. ശരി, അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത് പോകുന്നവരുടെ മനസ്സിൽ ആദ്യം ഇട്ടുകൊടുക്കേണ്ട ചിന്തയാണ്. ഇതൊന്നും അറിയാതെ വെറുതെ ഒരു ടൂറിസ്റ്റായിട്ട് പോയി വന്നാൽ ആളുകളുടെ എല്ലാ അധ്വാനവും പാഴായി പോകുന്നത് കൊണ്ടാണ് ഗൗരവത്തിൽ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുത്തിയത്. ഇനി ഒരു അല്പസമയം എനിക്ക് പറയാനുള്ളത് എന്തറിയോ? ഉംറ എന്ന് പറയുന്ന ഇബാദത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു രൂപം, കൈഫിയത്തുൽ ഉംറ. ഉംറ എന്ന് പറയുന്ന ഇബാദത്ത് എങ്ങനെ ചെയ്യണം? നിസ്കാരം പോലെ നമുക്ക് പരിചയമുള്ള ഒന്നല്ല, നോമ്പ് പോലെ സ്ഥിരമായി നമ്മൾ പിടിക്കുന്ന ഒന്നല്ല. നോമ്പ് അതെങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാം, നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ എപ്പോഴും നിസ്കരിക്കുന്നവരും കൂടെ കൂടെ നോമ്പ് നോക്കുന്നവരാണ് നമ്മൾ. അതിൽ എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ പാടില്ല, എന്തൊക്കെ ചൊല്ലണം, എന്തൊക്കെ ചെയ്യണം എല്ലാം നമുക്കറിയാം. പക്ഷേ ഉംറ സാധാരണ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല, ആയുസ്സിൽ ആദ്യത്തെ അവസരമാണ്. ഇങ്ങനെയാകുമ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചൊല്ലണം, എന്ത് ചെയ്യണം, ഇതിൻ്റെ ആദ്യം എങ്ങനെ, ഇതിൻ്റെ അവസാനം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരാശങ്ക സ്വാഭാവികമാണ്. ആ ആശങ്കക്കുള്ള പരിഹാരമാണ് അല്പസമയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളി. ഒരു ഉംറ ശരിയാകണമെങ്കിൽ, ആണായാലും പെണ്ണായാലും, ചെറുതായാലും വലുതായാലും, ഒരു ഉംറ ശരിയാകണമെങ്കിൽ 4 ഷർത്തുണ്ട്, 4 ഷർത്തുകളുണ്ട്. ആ 4 ഷർത്തുകളും അതിൻ്റെ ക്രമപ്രകാരം തന്നെ പാലിക്കണം. എങ്കിലേ അള്ളാഹു ഉംറയെ മഖ്ബൂലാക്കുകയുള്ളൂ. നമ്മൾ നമ്മുടെ ഉംറയെ മബ്റൂറാക്കിയാൽ, മബ്റൂർ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ ഉംറ, നമ്മുടെ ഉംറയെ കുറ്റമറ്റതാക്കുക നമ്മുടെ ബാധ്യതയാണ്. അപ്പോഴാണ് നമ്മുടെ ഉംറയെ അള്ളാഹു എന്താക്കുന്നത്? മഖ്ബൂലാക്കുന്നത്, സ്വീകരിക്കുന്നത്. നാം മബ്റൂറാക്കണം. 1, ഇഹ്റാം കെട്ടണം. ആരെല്ലാം ഉംറ ചെയ്യുന്നു എല്ലാവരും, ചെറുതായാലും വലുതായാലും എല്ലാവരും മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടണം. ഇഹ്റാം കെട്ടാതെ ഒരാളും ഉംറ ചെയ്താൽ ഉംറ ശരിയാവില്ല. എന്താണ് ഇഹ്റാം? ഇഹ്റാമിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെ? ഇൻഷാ അള്ളാഹ് വിശദീകരിച്ച ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. പേര് ഇങ്ങനെ പഠിച്ചോളി. 1, മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടണം. ഇത് 1ാമത്തെ ഷർത്താണ്. 2ാമത്തേത് കഅബാലയത്തെ 7 പ്രാവശ്യം ചുറ്റണം, തവാഫ് ചെയ്യണം. ഇത് 2ാമത്തേതാണ്. 3ാമത്തേത് സഫ മർവ 2 മലകൾക്കിടയിൽ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം, സഈ ചെയ്യണം. ഇത് 3ാമത്തേതാണ്. 4ാമത്തേത് ഇത് 3ഉം കഴിഞ്ഞാൽ തലയിൽ നിന്ന് മുടി അല്പമോ അല്ലെങ്കിൽ മുഴുവനായോ സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. പുരുഷന്മാർ മുഴുവനായി നീക്കം ചെയ്യണം. സ്ത്രീകൾ അവരുടെ മുടിക്കെട്ടിൽ നിന്ന് അവസാനം ഏറ്റവും നീളം കൂടിയ മുടിയിൽ നിന്ന് 1 ഇഞ്ച് കട്ട് ചെയ്യണം. ഇത് 4ഉം കൂടിയായാൽ ഉംറ പൂർത്തിയായി. ഉംറയുടെ ഷർത്ത് 4 എണ്ണമാണ്. 1, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക, കഅബാലയം തവാഫ് ചെയ്യുക, സഫ മർവ സഈ ചെയ്യുക, തലയിൽ നിന്ന് മുടി നീക്കം ചെയ്യുക. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അത് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നിങ്ങൾ കയ്യിൽ കിട്ടിയ ഡ്രിങ്ക്സ് ഒന്ന് കുടിച്ചതിന് ശേഷം ബാക്കി. ശരി, ശ്രദ്ധിച്ചു കേൾക്കണം. 1ാമത്തേത് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില ഒരുക്കങ്ങൾ സ്വന്തം വീട്ടിൽ വെച്ച് നടത്തേണ്ട ഒരുക്കങ്ങളാണ്. മറ്റു ചില ഒരുക്കങ്ങൾ എയർപോർട്ടിൽ വെച്ച് നടത്തേണ്ട ഒരുക്കങ്ങളാണ്. വീട്ടിൽ വെച്ച് നടത്തേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെ? അത് എല്ലാവരും പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. കാരണം ആ സമയത്ത് നിങ്ങൾ മാത്രമാണ് വീട്ടിൽ. തിരുത്താനും പറയാനും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാനും നിങ്ങളുടെ ഗൈഡ് നിങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഇല്ല. എയർപോർട്ട് മുതലാണ് നമ്മൾ ജോയിൻ ആവുന്നത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നടത്തേണ്ട ഒരുക്കങ്ങൾ ശരിക്കും പഠിക്കണം. 1, വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനക്കാണ് പോകുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പ്രധാനപ്പെട്ട ആരാധനകൾക്കൊക്കെ ഇസ്ലാം അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന നിലക്ക് ഒരു ശുദ്ധിയും ഒരു വൃത്തിയും ശരീരവും മനസ്സുമൊക്കെ ഒരു ഇഹ്റാം കെട്ടാൻ വേണ്ടി കുളിക്കുന്നു എന്നാണ് നിയ്യത്ത്. ആ നിയ്യത്ത് വെച്ചിട്ട് തന്നെ കുളിക്കണം. കുളിച്ചിട്ട് എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ നിയ്യത്ത് വെച്ചോ ഇല്ലേ നിങ്ങൾക്ക് ചെറിയ സംശയമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങളെ കുളിപ്പിക്കാൻ എവിടേക്കാണ് കൊണ്ടുപോകാൻ നമുക്കറിയില്ല, സൗകര്യമില്ല. എയർപോർട്ടാണ്, പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് നേരെ പോവാൻ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി കുളിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിൽ വെച്ചിട്ട് ശരീരം മുഴുവൻ തേച്ച് നന്നായി ഒരു വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ എങ്ങനെ കുളിക്കും നമ്മൾ
അതുപോലെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചിട്ടുള്ള ഒരു കുളി എല്ലാവരും വീട്ടിൽ നിന്ന് കുളിക്കണം. ഇത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ കുളിക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളോട് ഇസ്ലാം പറഞ്ഞതാണ് നഖമെല്ലാം എപ്പോഴും ഒന്ന് വെട്ടി ഒതുക്കിയിട്ട് വെക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ കക്ഷരോമങ്ങളും ഗുഹ്യരോമങ്ങളും ഒക്കെ വടിച്ച് വൃത്തിയാക്കി വെക്കാൻ 40 ദിവസത്തിൽ ഒരിക്കൽ അത് ചെയ്യണം എന്ന് നമ്മുടെ ദീൻ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ആളുകളൊന്നുമില്ല. അതൊക്കെ ഒരു ഫാഷനായി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങളായി കക്ഷത്തിലേക്ക് ബ്ലേഡ് കാണാത്ത ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കിയ വലിയൊരു ഫാഷനായിട്ട് കാണുന്ന ആളുകളൊക്കെ യങ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ദീനിൽ അത് പറ്റൂല. 40 ദിവസത്തിൽ ഒരിക്കൽ അതൊക്കെ എന്താവണം, വടിച്ചു കളയണം, വൃത്തിയാവണം എന്നാണ് നമ്മുടെ ദീൻ നമ്മളോട് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ലാസ്സിലായിരിക്കും ഇങ്ങനെ ഒരു അറിവ് തന്നെ കിട്ടണേ. ഇത് അവർക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇൽമ്, ഇങ്ങനെ ഒരു ദീൻ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത്. ഖിസാലുൽ ഫിത്ര, പ്രകൃതി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതി കാര്യങ്ങൾ, മീശ ചെറുതാക്കുക, തലമുടിയൊക്കെ വൃത്തിയാക്കി വെക്കുക, നഖം വെട്ടുക, പിന്നെ അങ്ങനെ പല പ്രകൃതി കാര്യങ്ങൾ, മനുഷ്യൻ പ്രകൃതിപരമായിട്ട് ചെയ്യേണ്ട കുറച്ച് സംഗതികൾ. ഇതും ഈ യാത്രക്ക് മുമ്പ് നഖം വെട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടി ഒതുക്കിയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കുളിക്കുന്നതിന് മുമ്പ് ആ ഒരുക്കങ്ങളൊക്കെ നടത്തണം. എന്നിട്ട് ഈ നിയ്യത്തിൽ വെച്ച് കുളിക്കുക വീട്ടിൽ വെച്ച്. ഇതൊക്കെ നമ്മൾ പുറപ്പെടുന്ന അവസാന ദിവസം, അവസാന മണിക്കൂറുകൾ നടക്കേണ്ട സംഗതിയാണ്. കുളി കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ വുളു ചെയ്തിട്ട് തന്നെ ഇറങ്ങുക. എന്നിട്ട് ആ സമയത്ത് സുന്നത്താക്കപ്പെട്ട എന്ത് നിസ്കാരമാണോ ഉള്ളത്, ഒരു 2 റക്അത്ത് ഒരു സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. എന്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടാവും ആ സമയത്ത്? നമ്മൾ മിക്കവാറും പുറപ്പെടുന്നത് ഫജ്ർ കഴിഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഫ്ലൈറ്റ് സമയം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഫജ്ർ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇശ്റാഖ് നിസ്കരിക്കാം, അല്ലെങ്കിൽ ളുഹാ നിസ്കരിക്കാം. ഇനി ഫജ്റിന് മുമ്പ് ദൂരെ നിന്ന് പുറപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരം എപ്പോഴും ഉണ്ട്. സുന്നത്ത് നിസ്കാരത്തിന് ഒരു കുറവില്ല ഇസ്ലാമിൽ. വുളു ചെയ്താൽ തന്നെ 2 റക്അത്ത് നിസ്കരിക്കാം, അത് തന്നെ ഒരു സുന്നത്താണ്. വുളു ചെയ്താൽ 2 റക്അത്ത്, വുളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അങ്ങനെ ഉണ്ട് ഇസ്ലാമിൽ നിസ്കാരം. ഇതൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി എല്ലാം പടച്ചവനിൽ തവക്കുൽ ചെയ്ത് റബ്ബിനോട് സഹായം ചോദിച്ച് സന്തോഷത്തിൽ ഈ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി തേടിയിട്ട് വീട്ടിൽ നിന്ന് റാഹത്തിലായിട്ട് ഇറങ്ങണം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇഹ്റാമിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പൊ വീട്ടിൽ നിന്ന് ചെയ്തു കഴിഞ്ഞു. ശാരീരികമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി ഇഹ്റാമിന്റെ കുളിച്ചു 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുക. ഇനി എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ നിന്നാണ് ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ മാറുന്നതും ഉംറയുടെ നിയത്തുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തരുന്നതും ഒക്കെ എയർപോർട്ടിൽ വെച്ചാണ്. പുരുഷന്മാർക്ക് ഇഹ്റാമിൽ പ്രത്യേകം വസ്ത്രമുണ്ട്. ഒരു തുണി ഉടുക്കാനും ഒരു തുണി ശരീരത്തിൽ പുതക്കാനും. ആ തുണിയെ മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെൽറ്റും. തുന്നിയ വസ്ത്രങ്ങളൊന്നും പുരുഷന്മാർക്ക് പാടില്ല. തലയിൽ തൊപ്പി ധരിക്കാൻ പാടില്ല, കാലിൽ സോക്സ് ധരിക്കാൻ പാടില്ല, ഇന്നർവെയർ ധരിക്കാൻ പാടില്ല, ബനിയൻ ഇടാൻ പാടില്ല. ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും. ഈ വസ്ത്രത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എയർപോർട്ടിൽ വെച്ചാണ് നടത്തല്. സ്ത്രീകൾക്ക് പ്രത്യേകം വസ്ത്രമില്ല. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇട്ടിരിക്കുന്ന ഇതേ ബുർക്ക, ഇതേ പർദ്ദ, ഇത് തന്നെയാണ് അവരുടെ ഇഹ്റാമിന്റെ വസ്ത്രം. കാലിൽ നിർബന്ധമായും എല്ലാവരും സോക്സ് ധരിച്ചിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അതേപോലെ തന്നെ ഇഹ്റാമിന്റെ നിയ്യത്ത് വെക്കുന്ന സമയത്ത് നിഖാബ് ഇട്ടിട്ടുള്ള ആളുകൾ, ഇപ്പൊ നിഖാബ് ഇട്ടവരുണ്ട്, ഇപ്പൊ നിഖാബ് ഇടാൻ കുഴപ്പമില്ല. കാരണം അവർ ഇഹ്റാമിൽ നിഖാബ് പാടില്ല, ഇഹ്റാമിൽ കയ്യിൽ ഗ്ലൗസ് പാടില്ല. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഉംറയുടെ നിയ്യത്ത് വെച്ചത് മുതൽ മക്കയിലെത്തി ഉംറ കഴിഞ്ഞ് മുടിയെടുക്കുന്നത് വരെ. മുടിയെടുത്താൽ ഉംറ കഴിഞ്ഞു. ഉംറ കഴിഞ്ഞാൽ അവർക്ക് നിഖാബ് ഇടാം, അവർക്ക് കയ്യിൽ ഗ്ലൗസ് ഇടാം, ഒരു കുഴപ്പമില്ല. ഉംറയുടെ ഈ ഒരു പീരീഡിൽ മുഖം മറക്കാൻ പാടില്ല, മുൻകൈ മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അവർക്ക് വസ്ത്രധാരണത്തിൽ വേറെ കോഡുകളൊന്നുമില്ല. ശരീരം മറയുന്ന മാന്യമായ
കൂടുതൽ എംബ്രോയിഡറി വർക്കുകളൊന്നുമില്ലാത്ത, ആളുകളെ ആകർഷിക്കാത്ത തരത്തിലുള്ള പർദ്ദ. നെറ്റിപ്പട്ടം കെട്ടി ആന വരുന്ന മാതിരി പർദ്ദ ഇട്ടിട്ട് വരാൻ പാടില്ല. പല വിധത്തിലുള്ള പർദ്ദ ഉണ്ടെന്ന് പെണ്ണുങ്ങൾക്ക്. അതിൽ ഏറ്റവും മാന്യമായതായിരിക്കണം. പോകുന്നത് മക്കയിലേക്കാണ്, ചെല്ലുന്നത് മഹത്തായ ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ തഖ്വയും ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തസ്സും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണത്. നമ്മൾ കാരണം മറ്റുള്ളവർ ഫിത്നയിലായി പോകുന്നതിന് നാം ഏറെ ഭയപ്പെടേണ്ട സ്ഥലമാണത്. അപ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആണുങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഈ ഇട്ടിരിക്കുന്നത്, വീട്ടിൽ നിങ്ങൾ വരുമ്പോൾ ഇതേപോലെ നോർമൽ നിങ്ങളുടെ ഡ്രസ്സ് ഇട്ടാ വരിക. ഇത് എയർപോർട്ടിൽ നയിക്കും. പകരം നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിക്കും. സ്ത്രീകളുടേത് അവരുടെ സോക്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടതിന് ശേഷം നമ്മൾ ഉംറയുടെ നിയ്യത്തിലേക്ക് പ്രവേശിക്കും. ഉംറക്ക് ഒരു നിയ്യത്തുണ്ട്, അത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മൊഴിയണം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറ. അള്ളാഹുവിന് വേണ്ടി ഒരു ഉംറ ചെയ്യാൻ ഞാൻ ഇതാ കരുതിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നബൈതുൽ ഉംറത ലില്ലാഹി തആല വഅഹറംതു ബിഹാ. ഞാൻ ഒരു ഉംറ ചെയ്യാൻ കരുതുകയും അതിനുവേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ. ഇത്രയും കൂടി ആയാൽ നമ്മുടെ ഇഹ്റാമായി. ഇഹ്റാമിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വീട്ടിലായിരുന്നു, ഇഹ്റാമിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എയർപോർട്ടിലായിരുന്നു. എയർപോർട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വലിയ ടെൻഷൻ എടുക്കേണ്ട, കാരണം നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവും. വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇറങ്ങിയാൽ മാത്രം മതി. ഇനി നമ്മൾ നേരെ മക്കയിലേക്ക് നമ്മുടെ റൂമിലെത്തി. ആ കാര്യങ്ങളൊക്കെ പിന്നീട് വിശദീകരിക്കും. കർമ്മങ്ങൾ മാത്രം പറയാൻ. രണ്ടാമത്തേത് തവാഫ് ചെയ്യാൻ. റൂമിൽ നിന്ന് ഹറമിലേക്ക് നമ്മൾ നടന്നു പോകും. തൽബിയത്ത് ചൊല്ലിക്കണ്ടാണ് പോണ്. തൽബിയത്തിന്റെ അവസാന സമയം കഅബ കണ്ണിൽ കാണുന്നത് വരെയാണ്. അതുവരെ നമുക്ക് എയർപോർട്ടിലും ബസ്സിലും ഫ്ലൈറ്റിലും ഒക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. മക്കയിൽ മസ്ജിദുൽ ഹറമിന്റെ മുറ്റത്ത് നിന്ന് ആദ്യം പുരുഷന്മാരുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ശരീരത്തിൽ ഇങ്ങനെ പുതച്ചിരിക്കുന്ന മുണ്ട് അത് ഒന്ന് ചേഞ്ചാക്കും. ചേഞ്ചാക്കും എന്ന് പറഞ്ഞാൽ അത് ഇട്ടിരിക്കുന്ന രൂപത്തിൽ ചെറിയൊരു ചേഞ്ചാക്കും. ഇപ്പോൾ ശരീരം ഫുള്ള് ചുറ്റിപ്പിടിച്ചിട്ടുള്ളത്. അതിന് പകരം വലത്തെ കൈ തുണീൻ്റെ പുറത്ത്, തുണി തൊക്കിൻ്റെ അടിയിൽ കൂടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, ഒന്നിങ്ങനെ കോത്തിടണം. അതിനാണ് അറബിയിൽ ഇൽത്തിബാ എന്ന് പറയുന്നത്. ഷോൾഡർ ഇങ്ങനെ കാണിക്കണം എല്ലാവരും. ഇതെവിടുന്ന ചെയ്യേണ്ടത്? ഇത് മക്കയിലെത്തിയതിന് ശേഷം. മസ്ജിദുൽ ഹറമിൽ കഅബ തവാഫ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തവാഫിന്റെ 7 ചുറ്റലിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. വേറെ എവിടെ ഇങ്ങനെ ചെയ്യാനില്ല. അതുകൊണ്ട് തവാഫ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും തുണി ഒന്നിങ്ങനെ ഷോൾഡർ, റൈറ്റ് ഹാൻഡ് പുറത്തു വരുന്നത് പോലെ എല്ലാവരുടെ തുണിയിലും ഒരു മാറ്റം വരുത്തും. ഇതൊന്നും ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ എടുക്കേണ്ട. അല്ല, നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? അതിനാണ് നിങ്ങൾക്ക് ഗൈഡ് വരുന്നത്. നിങ്ങളെ കൂടെ ഗൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താക്കാൻ വേണ്ടിയിട്ടാണ്, നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളുടെ AC-ക്ക് തണുപ്പില്ല, നിങ്ങളുടെ ചോറിന് ഉപ്പില്ല എന്ന് പറഞ്ഞെങ്കിൽ ഗൈഡിനൊന്നും ആക്കാൻ പറ്റൂല. അതൊക്കെ അതിന്റെ ക്രമം പോലെ അതങ്ങനെ നടക്കും. നിങ്ങളുടെ ഇബാദത്തിന്റെ ഉപ്പും രസവും, നിങ്ങളുടെ ഇബാദത്തിന്റെ മുളകും അതിന്റെ കടുപ്പവും അതെല്ലാം എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അത് അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കും, ഒരു കുറവില്ലാണ്ട് നല്ല രീതിയിൽ. അതിനാണ് ഗൈഡ് വരുന്നത്. ചില ആളുകൾക്കറിയില്ല. ചില ആളുകൾ ഗൈഡ് എന്ന് വിചാരിച്ചത് ഈ ഗ്രൂപ്പിലെ എല്ലാം പൊറുക്കാൻ വേണ്ടിയിട്ട് കൂടെ വരുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മളെ കണക്കൂട്ടണ്ട, അതിന് നമ്മളെ കിട്ടൂല. നിങ്ങളുടെ ഇബാദത്ത് ഭംഗിയാക്കി തരും, യാത്ര സന്തോഷകരമാക്കി തരും. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മട്ടം പോലെ അതിനൊരു ചാനലുണ്ട്, അത് ആ ചാനലിലൂടെ അങ്ങനെ പോകും. കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ശരി, മക്കയിലെത്തി, തുണിയൊക്കെ ശരിയാക്കി, കാലിലെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഒരു കവറിലോ കയ്യിലുള്ള ബാഗിലോ ഒക്കെ ഇട്ട് റെഡിയായി നമ്മൾ ഒന്നിച്ച് തൽബിയത്ത് ചൊല്ലി കഅബത്തിലേക്ക് നീങ്ങുകയാണ്. കഅബ കണ്ണിൽ തെളിയും. ആദ്യമായി കഅബ കണ്ണിൽ തെളിയുമ്പോൾ വിശ്വാസിക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്ര കാലമായി ഇങ്ങോട്ടേക്ക് തിരിയുന്നു, എത്ര കൊല്ലമായി ഈ ഭാഗത്തേക്ക് കൈകൾ ഉയർത്തി ദുആ ഇറക്കുന്നു, എത്ര കാലമായി ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇന്ന് കണ്ണിൽ ഇങ്ങനെ തെളിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഞാൻ പോയി വന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിങ്ങൾ വന്നത്. ആ ഗ്രൂപ്പ് ഒരു പ്രത്യേകതയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. കാരണം ആ യാത്രയിൽ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും ആദ്യമായിട്ട് ഉംറക്ക് വന്നവരായിരുന്നു.
എല്ലാവരും ആദ്യമായിട്ട് വന്ന്, ഒരാൾ നേരത്തെ വന്നാലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് റൂമിൽ നിന്ന് തൽബിയത്ത് ചൊല്ലി ഹറമിലേക്ക് പോകുമ്പോഴേ കരച്ചിലാണ്. അപ്പൊ തന്നെ തുടങ്ങി കരച്ചല്. തൽബിയത്ത് ആർക്കും ചൊല്ലാൻ പറ്റുന്നില്ല, എല്ലാവരും പൊങ്ങുകയാണ്, എല്ലാവരും പൊട്ടുകയാണ്. വല്ലാത്തൊരു അനുഭവം. കാബ ആദ്യമായിട്ട് കണ്ണിൽ തെളിയുന്ന സമയം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന നേരമാണ്. എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്നൊരു സമയമാണ്. ഈ ആലയത്തിന്റെ മുറ്റത്ത് നിന്ന് ആദ്യമായിട്ട് ഇതിനെ കണ്ണറച്ചിങ്ങനെ കാണുന്ന ഒരു സമയമുണ്ട്. അപ്പം അവിടെ നമ്മൾ ദുആ ചെയ്യും. അതൊക്കെ ഒരു വല്ലാത്തൊരു നിർവചിക്കാൻ കഴിയാത്ത, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു നിമിഷങ്ങളാണത്. അള്ളാഹു നമുക്കും അത് പ്രദാനം ചെയ്യുമാറാവട്ടെ. 4 മൂലയുണ്ട് കാബക്ക്. ഈ 4 മൂലക്ക് 4 പേരുണ്ട്. കാബന്റെ ഡോറിന്റെ അടുത്തുള്ള മൂല ഇതാണ് ഹജറുൽ അസ്വദിന്റെ മൂല. ഹജറുൽ അസ്വദ് ഉള്ള മൂലയാണ് ഡോറിന്റെ തൊട്ടടുത്തുള്ള മൂല. എവിടെ ഡോറില്? ഇവിടെ തന്നെ അല്ലേ? ഇതന്നെ ഹജറുൽ അസ്വദിന്റെ മൂല. ഇത് ഹജറുൽ അസ്വദ്, ഇത് റുക്നുൽ ഷാം, ഇത് റുക്നുൽ ഇറാഖ്, ഇത് റുക്നുൽ യമാനി. 4 മൂലയുണ്ട്. തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നാണ്. വേറെ ഏത് മൂലയിൽ നിന്നും തവാഫ് തുടങ്ങാൻ പാടില്ല, ശരിയാവില്ല തുടങ്ങിയെങ്കിൽ. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ റോഡ് ഹോട്ടൽ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഇവിടേക്ക് തന്നെ വന്ന് ചേരുന്ന രീതിയിലാണ് നമ്മുടെ ഹോട്ടലുള്ളത്. എപ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. ചില ആളുകൾക്ക് ഈ ഭാഗത്ത് റൂമുണ്ടാവും, ഈ ഭാഗത്ത് അവരിങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പിന്നെയും കറങ്ങിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് വരണം. ഇപ്പൊ എല്ലാവർക്കും എല്ലാ സമയത്തും ഹറമിലേക്ക്, കാബയിലേക്ക് പ്രവേശനം ഇല്ല. കാബയിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണങ്ങളുണ്ട്. ഇഹ്റാമിന്റെ വസ്ത്രങ്ങളിട്ട ആണുങ്ങളെ മാത്രമേ വിടുന്നുള്ളൂ. നോർമൽ ഡ്രസ് ഇട്ടവരെ കാബത്തിലേക്ക് വിടുന്നില്ല, അവരെ പള്ളിയിൽ നിസ്കരിക്കാൻ മാത്രം വിടും. സ്ത്രീകൾക്ക് അവരെ പരിശോധിക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് അവർക്ക് ഏത് സമയത്തും അലോഡാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാബത്തിലേക്ക് നിങ്ങൾക്ക് പോവാം, ആണുങ്ങൾക്ക് പോകാൻ പറ്റൂല. ആണുങ്ങൾക്ക് ഇഹ്റാമിന് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോകണം, ഇല്ലെങ്കിൽ പോലീസ് അവിടെ നിന്ന് ചെക്കിങ്ങിൽ പിടിക്കും. ഇത് പുതിയ റൂൾസാണ്, കൊറോണയ്ക്ക് ശേഷമുള്ളതാണ്. ഹജറുൽ അസ്വദിന്റെ ഈ മൂലയിൽ നമ്മൾ എല്ലാവരും നിൽക്കും. ഫർളായ ഉംറ അള്ളാഹുവിന് വേണ്ടി അതിന്റെ തവാഫ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതും. എന്നിട്ട് വലത് കൈ കൊണ്ട് ഹജറുൽ അസ്വദിലേക്ക് ആംഗ്യം കാണിച്ചിട്ട് പറയും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന്. അത് തവാഫിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. വുളു നിർബന്ധമാണ്. റൂമിൽ നിന്ന് എല്ലാവരും വുളു എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് പറയും നിങ്ങളോട് വുളു ചെയ്തിട്ട് വരണം. ആർക്കെങ്കിലും വുളു നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പള്ളീൻ്റെ അടുത്ത് നിന്ന് വുളു ചെയ്യാനുള്ള സൗകര്യങ്ങളാക്കി കൊടുക്കും. ഏതായാലും തവാഫിന് മുമ്പ് എല്ലാവരും വുളുയിലാണ്. വുളു ഇല്ലാതെ തവാഫ് ശരിയാവില്ല. ഇത് നിസ്കാരം പോലെ തന്നെയാണ്. ഇതിന്റെ ഇടയിൽ വുളു നഷ്ടപ്പെട്ടാൽ പോലും നമ്മളോട് അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ട് വുളു ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കാണിച്ചു തരും. അവിടുന്ന് വുളു പെട്ടെന്ന് ചെയ്തു വന്നിട്ട് നമ്മുടെ കൂടെ ജോയിൻ ആവണം. കൂട്ടമായിട്ടാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. ഒന്നിച്ച് ചൊല്ലേണ്ട ദിക്റുകളും പറയേണ്ട ദുആകളും ഒക്കെ നമ്മൾ ഒന്നിച്ച് പറയും, പഠിപ്പിച്ചു തരും. 1ാമത്തെ പ്രാവശ്യം എല്ലാം കൂട്ടി നിർത്തിയിട്ട് പഠിപ്പിച്ചു തരും. എന്തിനറിയോ? ഇത് നിങ്ങൾക്ക് എത്രയും ചെയ്യാം. മക്കയിൽ നമ്മൾ 10 ദിവസം താമസിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് 100 തവാഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തവാഫ് എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു ഇബാദത്താണ്, എത്രയും ചെയ്യാം. ഉംറ എന്ന് പറയുന്നത് അതിൽ തവാഫ് ഉണ്ടാവും, അതിൽ സഫാ മർവ സഅയ് ഉണ്ടാവും. പക്ഷെ തവാഫ് മാത്രം ചെയ്യുമ്പോൾ അതിൽ തവാഫ് മാത്രമേ ഉള്ളൂ, അതിൽ സഅയ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് ലുഹറിന് വന്നിട്ടാകുമ്പോൾ ഒന്ന് ചെയ്യാം, അസറിന് വന്നിട്ടാകുമ്പോൾ ഒന്ന് ചെയ്യാം, എല്ലാ നിസ്കാരത്തിന്റെ കൂടെ ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇതന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഇവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ദുനിയാവിൽ വേറെ എവിടെയില്ല. ആ പൗരാണിക ഭവനത്തെ അവര് ചുറ്റട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആകാശത്ത് മലക്കുകൾ ചുറ്റുന്ന മലക്കുകളുടെ ഖിബ്ലയായ ബൈത്തുൽ മഅമൂർ 7ാം ആകാശത്തിലുണ്ട്. ഭൂമിയിൽ മനുഷ്യർക്ക് ചുറ്റാൻ ഒരാലയം കഅബയിൽ മക്ക അല്ല വെച്ചിട്ടുണ്ട്. ഇതിനെ ചുറ്റാ വലിയ ഭാഗ്യാണിത്. ഓരോ സ്റ്റെപ്പിനും കൂലിയാണ്. ഇതിപ്പോ നമ്മളെ ഉംറന്റെ തവാഫാണ് ചെയ്യുന്നത്. ഇവിടുന്ന് തുടങ്ങി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറിയുന്ന ദിക്റുകളൊക്കെ ഞാൻ ഇങ്ങനെ ചൊല്ലി തന്നിട്ട് നമ്മൾ കൂട്ടായിട്ട് ഒന്നിച്ച് ഇതിനെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ പോയിട്ടൊന്ന് കെട്ടിപ്പിടിച്ചിട പൊന്തിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാന്നൊന്നും ആരും വിചാരിക്കേണ്ട, അതൊന്നും നടക്കൂല. ആദ്യമായിട്ട് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും ചിലർക്ക് നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ തെറ്റിച്ചിട്ട് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഗ്രൂപ്പ് തെറ്റും, വഴി തെറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് 1ാമത്തെ യാത്രയിൽ ഒന്നും നമ്മൾ സമ്മതിക്കൂല. അതിനൊക്കെ നമ്മൾ തൊടാനും മുത്താനും ഒക്കെ പറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ എല്ലാം ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ സമയം നമ്മൾ പറഞ്ഞു തരും. ആ സമയത്ത് പോയാൽ നിങ്ങൾക്ക് അതിന് തൊടേണ്ടത് തൊടാനും മുത്തേണ്ടതിന് മുത്താനും നോക്കേണ്ടതിന് നോക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും?
അവസരം ഉണ്ടാക്കിത്തരും. ഒന്നാമത്തേത് നമ്മൾ ദൂരെ നിന്ന് വൈഡായിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ നല്ല തിരക്കുണ്ടാവും. ശരി, ഒരു റൗണ്ട് ഇവിടേക്ക് ഇങ്ങനെ പൂർത്തിയായി. ഇത് 4ാമത്തെ ചുമരാണ്. ചുമര് 1, ചുമര് 2, ചുമര് 3, ചുമര് 4. ഈ 4ാമത്തെ ചുമര് റുക്കുനുൽ യമാനി എന്ന് പറയുന്ന മൂല, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന മൂല. ഇവിടെ മാത്രമാണ് ഒരു പ്രത്യേകം പ്രാർത്ഥന സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത്. തവാഫിൽ ഒരേ ഒരു ദുആ മാത്രമേ സുന്നത്തുള്ളൂ. ആ ദുആ എല്ലാവർക്കും അറിയുന്ന ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതന്നെ ചൊല്ലണം. ഏറ്റവും നല്ല ദുആ, ഏറ്റവും അർത്ഥമുള്ള ദുആ, ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആ. റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ ഇത് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ. ഈ ചുമര് പാസ്സായി ഇവിടേക്ക് എത്തോളം, തിരക്കില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ടെത്തും. നല്ല തിരക്കുണ്ടെങ്കിൽ 2, 3, 4 പ്രാവശ്യം ചിലപ്പോൾ ചൊല്ലേണ്ടി വരും. ഇവിടെ എത്തിയാൽ വീണ്ടും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അത് ഇടത്തുമ്പോൾ എല്ലാം പറയണം, ഓരോ തവണ എത്തുമ്പം പറയണം. ഇപ്പോൾ 2 പ്രാവശ്യം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞു, ചുറ്റും 1 ആയിട്ടുള്ളൂ. കാരണം സ്റ്റാർട്ടിങ്ങിൽ 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 പ്രാവശ്യം പറയണം, അപ്പോഴേ 7 പ്രാവശ്യം ചുറ്റാവുള്ളൂ. അടുത്ത ചുറ്റ് സെയിം. ഇവിടേക്ക് എത്തുമ്പോൾ ദുആ എല്ലാവരുടേതും 1. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വീണ്ടും അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇങ്ങനെ 7 പ്രാവശ്യം. 7ാമത്തേതും പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് നടക്കും. കാബന്റെ ഡോറിന്റെ തൊട്ടിപ്പുറത്ത് മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലുണ്ട്. മഖാം ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പണിയുമ്പോൾ കയറി നിന്ന ഒരു കല്ല്. ഇബ്രാഹിം നബീന്റെ 2 കാലിന്റെയും അടയാളമുള്ള കല്ല്. മകൻ ഇസ്മായിൽ എടുത്തു കൊടുക്കുന്ന കല്ലുകൾ വാപ്പ ഇബ്രാഹിം വാങ്ങിയ ഒരു പാറക്കല്ലിന്റെ മുകളിൽ നിന്ന് കഅബാലയം കെട്ടിയതാണ്. ആ കല്ല് ഇന്നൊരു ചില്ലുകൂട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കാബന്റെ ഡോറിന്റെ തൊട്ടിപ്പുറത്തുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിണ്ടിയില്ല. കാരണം അതൊരു പ്രത്യേക നിസ്കാര സ്ഥലമായി അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഉമറിന് പ്രത്യേകം അനുവാദം കൊടുത്തില്ല. ഉമറിന്റെ അഭിപ്രായത്തെ അള്ളാഹു ശരിവെച്ചിട്ട് ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് ആയത്തിറക്കി കൊടുത്തു. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. മഖാം ഇബ്രാഹിം പ്രത്യേകമായ ഒരു നമസ്കാര സ്ഥലമാണ്. ആര് തവാഫ് ചെയ്താലും തവാഫിന്റെ ഒടുവിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണം. അല്ലാഹു നിയമാക്കി. ഉമറിന്റെ അഭിപ്രായത്തെ ശരിവെച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. അതുകൊണ്ട് തവാഫ് ചെയ്തവരൊക്കെ 7 റൗണ്ട് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് പോകണം. 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നിസ്കാരം എന്ന നിയത്തിൽ കൈകെട്ടി നിസ്കരിക്കണം, ഒറ്റക്കൊറ്റക്ക്. നമ്മളവിടെ സൗകര്യമുണ്ട്, വിശാലമായ സ്ഥലമുണ്ട്, എല്ലാവരും നിസ്കരിക്കും. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തും ഓതണം. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതണം. എന്നിട്ട് അത്തഹിയ്യാത്ത് ഓതിയിട്ട് സലാം വീട്ടി. പിന്നെ നമ്മൾ ഒറ്റക്കൊറ്റക്ക് നമ്മൾ നടന്നിട്ട് ഒരു ദുആ ഉണ്ട്. എവിടുന്ന ദ്വാരക്കണ്? കഅബാലയത്തിന്റെ മുറ്റത്തുനിന്ന്. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ഇന്ന് നമ്മൾ ഈ സൂറത്ത് ഓതുമ്പോൾ ഈ ബൈത്ത് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ്. ആ ഭവനത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ആ ഭവനം കണ്ണിന്റെ മുന്നിലുണ്ടാകുമ്പോൾ ആ സൂറത്ത് ഓതുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്. അതനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നിസ്കാരം കഴിഞ്ഞാൽ തവാഫ് കഴിഞ്ഞ് 7 ചുറ്റും 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞെങ്കിൽ തവാഫ് അവസാനിച്ചു. 2 ഷർത്ത് ആയി. മക്കയിലെത്തിയാൽ ആദ്യമായി സംസം വെള്ളം കുടിക്കേണ്ടത് തവാഫിന്റെ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മളിപ്പോൾ മക്കയിലെത്തി നേരെ കാബത്തിൽ വന്നു, എവിടെ റെസ്റ്റ് എടുത്തിട്ടില്ല, നേരെ തവാഫിനാ വന്നത്. ഇപ്പൊ തവാഫ് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, നല്ല ദാഹമുണ്ട്, നല്ല നീയത്ത് വെച്ച് സംസം കുടിക്കാൻ. മക്കയിൽ നമുക്ക് ഇനി എല്ലാ ദിവസവും കുടിക്കാനുള്ള വെള്ളം സംസമാണ്. ഇപ്പൊ സംസം ഒരു നിധി പോലെയാണ് നമുക്ക് കിട്ടൽ. ആരെങ്കിലും ഉംറക്കെല്ലാം വന്ന് പോയെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും ചെറിയ ഗ്ലാസും
ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും ചെറിയ കുപ്പിയും ഒക്കെയാണ് സംസമിന്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ടാകുമ്പോൾ അങ്ങനെയല്ല. എത്രയും നിറക്കാം, എത്രയും കുടിക്കാം, റൂമിലേക്ക് എത്രയും നിറച്ച് കൊണ്ടുപോവാം. 10 ദിവസം മക്കയിലും മദീനയിൽ പിന്നെയും നമുക്ക് ഇതന്നെയാണ് കുടിക്കാനുള്ളത്. അതിന് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കണം, നിറക്കണം. അതെന്നെ കുടിച്ചിട്ട് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കരിഞ്ഞു പോകണം. തിരിച്ചു വരുമ്പോഴേക്ക് ചെയ്തു പോയ തെറ്റിൻ്റെ പാപത്തിൻ്റെ കറകളും മാഞ്ഞു പോകണം ആ വെള്ളം കുടിച്ചിട്ട്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുന്ന് ബിസ്ലറി വാങ്ങി കുടിക്കരുത്. പണത്തിൻ്റെ ഹുങ്ക്, പൈസൻ്റെ പവറ്, അവിടുന്ന് പൈസ കൊടുത്തിട്ട് വെള്ളം വാങ്ങിയിട്ട് കാണിക്കരുത്. ഫ്രീ ആയി കിട്ടണ സംസം കുടിക്കണം. മാ ഉസംസം ലിമാ ശുരിബല, എന്ത് നീയത്തിന് വേണ്ടി നീ കുടിച്ചോ അത് അല്ലാഹു നിനക്ക് പൂർത്തിയാക്കുന്ന വെള്ളമാണ് സംസം. അത് കുടിക്കണം. നമ്മളെ ആൾക്കാർ കുടിക്കാൻ ഭയങ്കര മടിയാണ്. നാട്ടിക്ക് കൊണ്ടുവരാനാണ് എല്ലാവരും കള്ളക്കടത്താക്കിയിട്ടല്ലോ കൊണ്ടുവരും. ഉമർ കഴിഞ്ഞിട്ട് വരുമ്പോൾ കള്ളക്കടത്ത്, വെള്ളം കള്ളക്കടത്ത് ചെറിയ ചെറിയ കുപ്പിയിലാക്കുന്നു, അതിന് ടോപ്പിന് സ്റ്റിക്കർ അടിക്കുന്നു, തുണീൻ്റെ ഉള്ളിൽ വെക്കുന്നു, ഒളിപ്പിച്ച് ഇങ്ങനെ കിടത്താണ്. കള്ളക്കടത്ത് എന്നാണ് അതിന് പറയുന്നത്. വെള്ളക്കടത്ത്, കള്ളക്കടത്ത്. നാട്ടിക്ക് കൊണ്ടുവരാൻ, നാട്ടുകാരെ കുടിപ്പിക്കാനാണ്. നമുക്ക് കുടിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, നാട്ടുകാരെ കുടിപ്പിക്കാനാണ് നമുക്ക് ഇൻട്രസ്റ്റ്. നാട്ടുകാരെ കുടിപ്പിക്കലല്ല. നമുക്ക് വരുമ്പോൾ 5 ലിറ്റർ ഒരാൾക്ക് 5 ലിറ്റർ. അപ്പോൾ ചോദിക്കും ഉസ്താദെ 10 കിട്ടാൻ എന്ത് പയ്യണ്ട, അപ്പോൾ എന്ത് ഇൻട്രസ്റ്റ് നാട്ടുകാരെ കുടിപ്പിക്കാൻ. എന്നാൽ 10 അല്ല 10,000 ലിറ്റർ കുടിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ 10-13 ദിവസം മക്കത്തും മദീനത്തും. അപ്പോൾ ബിസ്ലറിയ വാങ്ങി കുടിച്ചേ. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. ശരി, സംസം കുടിച്ചു, നിയത്ത് വെച്ചു, റാഹത്തായി. ഇനി ഉംറയുടെ 3ാമത്തെ ഷർത്ത്, അത് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. സഫ മർവ സഈ ചെയ്യണം. 2 മലകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം ഓടണം. ചരിത്രമുണ്ട് അതിനൊക്കെ. 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി ആ ഭാര്യയെയും കുഞ്ഞിനെയും അവിടെ തനിച്ചാക്കി ഇബ്രാഹിമിനോട് നാട്ടിലേക്ക് പോകാൻ അള്ളാഹു കൽപ്പിച്ച ഒരു സമയമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കൈക്കുഞ്ഞ്, ഭാര്യ, മക്കയിൽ ഒരാൾ പോലുമില്ല. ഈ ഭവനത്തിന്റെ സമീപത്ത് അവരാക്കിയതിന് ശേഷം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു പോകുന്നൊരു രംഗമുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ. പടച്ചോനെ, നിന്റെ പവിത്രമായ ആലയത്തിന്റെ മുറ്റത്ത് ഞാൻ എൻ്റെ കുടുംബത്തെ താമസിപ്പിച്ച് ഞാൻ പോവുകയാണ് അല്ലാ, അവരെ നീ നോക്കണേ അല്ലാ. പിന്നെയാണ് സംസമിന്റെ ചരിത്രം പറഞ്ഞത്. ഇബ്രാഹിം കൊടുത്ത കാരക്കയും ഇബ്രാഹിം കൊടുത്ത വെള്ളവും തീർന്ന് ഹാജറാക്കും ഇസ്മായിലിനും തിന്നാനും കുടിക്കാനും ഒന്നുമില്ല, കഴിഞ്ഞുപോയി. എന്തു കൊടുക്കും? കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം. കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണമെങ്കിൽ ഉമ്മ എന്തെങ്കിലും തിന്നെങ്കിലല്ലേ അമ്മിഞ്ഞ പാലുണ്ടാവുള്ളൂ. ഉമ്മാക്ക് തിന്നാനും കുടിക്കാനൊന്നുമില്ല. പിന്നെ എങ്ങനെ മുലപ്പാൽ കിട്ടും? മുലക്കണ്ണുകളിൽ നിന്ന് പാലിന് പകരം രക്തം വരുന്ന അവസ്ഥ ഉണ്ടായി. ചരിത്രം പറയാണ്, മുലക്കണ്ണുകളിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥ. അപ്പോഴാണ് ഹാജറ ബീവി സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം ആ മലമുകളിലൂടെ ഓടിയത്. ആരെങ്കിലും ഒരാൾ സഹായത്തിനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, ഒരാള് ഭക്ഷണത്തിനോ വെള്ളത്തിനോ ഹെൽപ്പ് ചെയ്യാൻ. ആ ഓട്ടത്തിനും ആ സഹനത്തിനും അള്ളാഹു കൊടുത്ത പ്രതിഫലത്തിന്റെ പേരാണ് സംസം. അന്ന് കൊടുത്തതാണ് സംസം. കഅബാലയത്തിന്റെ മുറ്റത്ത് ഇസ്മായിൽ കാലിട്ടടിച്ച സ്ഥലം, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകുകൊണ്ട് അടിച്ച സ്ഥലം, അവിടെയാണ് സംസം കിണറുള്ളത്. കാബന്റെ മുറ്റത്ത് സഫാ കുന്നിൽ ഇന്ന് നമ്മൾ ഓടുമ്പോൾ 4000 കൊല്ലം മുമ്പ് ആ ഉമ്മ ഓടിയ ഒരു ഓട്ടത്തെ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ കൊണ്ടുവരണം. അന്ന് ആ ഉമ്മ ഓടിയത് കൊണ്ടാണ് ഇന്ന് സഫാ മർവ മലയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഗ്രീൻ ലൈറ്റിൽ സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങൾ ആരും അവിടെ ഓടണ്ട, നിങ്ങൾ സാധാരണ പോലെ നടന്നാൽ മതി. ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ ഉമ്മ ഓടിയ പോലെ ഓടണം ചില സ്ഥലത്ത്. ആ ഉമ്മ ഓടിയപ്പോ ലോകത്തെ എല്ലാ പെണ്ണുങ്ങൾക്കും ആ ഓട്ടം മതി എന്ന് അള്ള വെച്ചു. പിന്നെ ഓടാൻ ബാക്കിയുള്ളത് ആണുങ്ങളാണ്. ആണുങ്ങളെ നിങ്ങൾ ആ ഗ്രീൻ ലൈറ്റിൽ ഹാജറ ബീവി അവരുടെ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് ഓടിയ കുറച്ച് സ്ഥലം ഉണ്ടായി. മലയിൽ കല്ലും മണ്ണ് നല്ല നിരപ്പായ ഒരു സ്ഥലം ഉണ്ടായി. അവർ വേഗത്തിൽ ഓടിയ ഒരു സ്ഥലം അത്. ആ സ്ഥലത്താണ് നമ്മളോട് ഗ്രീൻ ലൈറ്റ് വെച്ചിട്ട് കൂടുതൽ ഓടാൻ വേണ്ടി പറഞ്ഞത്. ഒക്കെ നമ്മൾ കാണും. സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് കാബ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഖിബലക്ക് നേരെ കൈ ഉയർത്തി ദുആ ചെയ്തിട്ടാണ് നമ്മുടെ സഈ ആരംഭിക്കുന്നത്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഇന്ന الصفا والمروة من شعائر الله അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് 3 പ്രാവശ്യം പറയണം. ഞാൻ പറഞ്ഞുതരാം. അവിടുന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചിത് ചൊല്ലും. എന്നിട്ട് സഫയിൽ നിന്ന് മർവയിലേക്ക് നമ്മൾ നടക്കും. അറിയുന്ന ദിക്റുകളും ദുആകളും ചൊല്ലി ഗ്രീൻ ലൈറ്റ് എത്തുമ്പോൾ പുരുഷന്മാർ ഒന്ന് ഓടും, സ്ത്രീകൾ പതിവ് പോലെ സാധാരണ നടക്കും. മർവയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഇതേപോലെ ദുആ ചെയ്യും 1 പ്രാവശ്യം. എന്നിട്ട് സഫയിലേക്ക് നടക്കും. സഫയിൽ നിന്ന് മർവയിലേക്ക് എത്തുമ്പോൾ 1 മർവയിൽ നിന്ന് സഫയിലേക്ക് എത്തുമ്പോൾ 2, മൂന്നാമത്തേത് സഫയിലേക്കെത്തും, മർവയിലേക്കെത്തും, 4-മത്തേത് സഫയിലേക്കെത്തും, 5 മർവയിലേക്കെത്തും, 6 സഫയിലേക്കെത്തും, 7 മർവയിലേക്കെത്തും. സഫയിൽ നിന്ന് തുടങ്ങും, മർവയിൽ അവസാനിക്കും. ഒരു നടത്തം ഏകദേശം 450 മീറ്റർ, 1/2 കിലോമീറ്റർ ഒരു നടത്തമുണ്ട്. അപ്പോൾ 7 നടത്തം ഏതാണ്ട് 3.5 കിലോമീറ്ററായി. 3.5 കിലോമീറ്ററൊക്കെ ഞാൻ നടക്കുമെന്നൊക്കെ ഇപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അപ്പോൾ അതൊന്നും നിങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞ ഇതൊരു ആയുസ്സിൻ്റെ സ്വപ്നമാണ്. എന്തിനും റെഡിയായവരാണ്, ഈ പറഞ്ഞ നീയത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഒരു പ്രശ്നമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ എന്തു നടക്കും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. എന്തും ചെയ്യാൻ കെൽപ്പിലാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യും. അപ്പം കിട്ടുന്ന ഒരു ഹിമ്മത്തുണ്ട്, അപ്പം കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി, 3 പണി പൂർത്തിയായി. ഇനി തലയിൽ നിന്ന് മുടി നീക്കം ചെയ്യണം. മുടി നീക്കം ചെയ്യാൻ ആണുങ്ങളെയൊക്കെ ബാർബർ ഷോപ്പിലേക്ക് കൊണ്ടുപോകും. ഒരു 5 റിയാൽ കൊടുത്തെങ്കിൽ അവർ മിനിറ്റുകൾക്കകം തല മൊട്ടയാക്കി തരും. ലോകത്തെ ഏറ്റവും സുന്ദരമായ തല ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി മൊട്ടയടിച്ച തലയാണ്. അത്ര മനോഹരമായ തല ദുനിയാവിൽ വേറെയില്ല. അതുകൊണ്ട് മൊട്ടയടിക്കണോ വേണ്ടതൊക്കെ നമ്മൾ തീരുമാനിച്ചോണം. ചില ആളുകൾക്ക് മൊട്ടയടിക്കാൻ ഭയങ്കര മടിയുണ്ട്. ഉംറ കഴിഞ്ഞ് 8ഉം 10ഉം ഉംറ ചെയ്തിട്ട് തലേന്ന് മുടി പോകാത്ത മനുഷ്യന്മാരുണ്ട്. ഒരു ഗുണമില്ല അങ്ങനത്തെ ഉംറ ചെയ്തിട്ടൊന്നും. 8ഉം 10ഉം ഉംറ ചെയ്യുന്നു, ദിവസവും ഉംറ ചെയ്യുന്നു. പച്ചക്കല്ലാഹുവിന്റെ മാർഗത്തിൽ തടി കൊടുത്ത ബിലാലിന്റെയും സുമയ്യയുടെയും നാട്ടിൽ ഈ നരച്ച മുടി കൊടുക്കാൻ റെഡിയില്ലാതെ 10 ഉംറ ചെയ്ത് ആരെ കാണിക്കാനാണ് ഈ യാത്ര എന്ന് നമുക്കറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു ഉംറ കഴിഞ്ഞ് മുടിയെടുക്കുന്നവരുടെ വിഷയത്തിൽ, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുവേ ഉംറ കഴിഞ്ഞ് തല മുണ്ടനം ചെയ്യുന്ന മൊട്ടയടിക്കുന്ന ആളുകൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ എന്ന് 1 തവണയല്ല 3 തവണ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആഇന്റെ പ്രതിഫലം വേണോ? ഒരു ചോദ്യമില്ല, അടിക്കൽ തന്നെ. ലോകത്തെ ഏറ്റവും മനോഹരമായ വസ്ത്രം ഇഹ്റാമിന്റെ വസ്ത്രമാണ്. അത്ര സുന്ദരമായ വസ്ത്രം വേറെ ഇല്ല. നമ്മൾ വെച്ച കല്യാണത്തിന് മുമ്പ് ഇട്ട ബ്രാൻഡഡ് ഷർട്ടും ഇൻസൈഡ് ആക്കിയിട്ടുള്ള നമ്മളെ ആ ഡ്രസ്സിങ്ങും അതാണ് മനോഹരം എന്ന് അല്ല. അടിവസ്ത്രമില്ലാതെ, ഒരു തുന്നിയ വസ്ത്രം പോലും ഇല്ലാതെ, ഒരു തുണി ഉടുത്തും ഒരു തുണി പുതച്ചും നാം ഇട്ട ആ വസ്ത്രമുണ്ടല്ലോ, അത്ര മനോഹരമായ വസ്ത്രം ഇസ്ലാമിൽ വേറെയില്ല. അള്ളാഹു ചിന്തിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്ത്രീകളെ നേരെ റൂമിലേക്ക് കൊണ്ടുപോകും. അവരവർ താമസിക്കുന്ന റൂമിൽ പോയാൽ നിങ്ങൾക്ക് റൂമിൽ നിന്നാണ് നിങ്ങൾ മുടിയെടുക്കേണ്ടത്. ചില പെണ്ണുങ്ങളെല്ലാം പള്ളിയിൽ നിന്ന് മുടിയെടുക്കണതാണ്. പള്ളി ബാർബർ ഷോപ്പല്ല, പള്ളി ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. അവിടുന്ന് മുടിയെടുത്ത് പള്ളി എന്ന് പറയുന്ന മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന പള്ളിയോട് അദബ് കേട് കാണിക്കരുത്. പള്ളിയിൽ നിന്ന് തന്നെ മുടിക്കെട്ട് കാണിക്കുക, പള്ളിയിൽ നിന്ന് തന്നെ ഹിജാബ് പുറത്താക്കുക. എന്നിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മുടി കാണിച്ചിട്ട് ഒന്ന് മുറിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് നടക്കണ പെണ്ണുങ്ങളെയൊക്കെ വിവരമില്ലാത്തവരെ കാണും. അതിനാണ് ഇങ്ങനത്തെ ഗൈഡ് നേരത്തെ ക്ലാസ് തരുന്നത്. നമ്മൾ ഇത് ഒരു ഇബാദത്തിൻ്റെ ഭാഗമാണ്. റൂമിൽ പോവുക, നമ്മളെ കുടുംബം മാത്രം താമസിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന നമ്മുടെ റൂമിൽ നമ്മളിങ്ങനെ മുടി ഇങ്ങനെ കൂട്ടി പിടിച്ചതിന് ശേഷം ഏറ്റവും വലിയ മുടി 1 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. ഒരു മുടിയല്ല, ഏറ്റവും നീളം കൂടിയ മുടി എത്ര ലാസ്റ്റ് ഉള്ളത് അതിൻ്റെ 1 ഇഞ്ച്. ഖലാസ്, ഉംറ കഴിഞ്ഞു. ഇനി കുളിക്കാം, ഇനി വസ്ത്രം മാറാം, ഇനി തുന്നിയ വസ്ത്രം ഇടാം, ഇനി അത്തർ പൂശാം, ഇനി ഭാര്യ ഭർത്തൃ ബന്ധാവാം. ഇനി നേരത്തെ പാടില്ല എന്ന് പറഞ്ഞ എല്ലാം ഉംറ കഴിഞ്ഞ് ഹലാലാൻ. ഇതുവരെ ഇഹ്റാമാണ്, ഹറാമാണ്. ഇനി എല്ലാം തഹല്ലുലാണ്, ഹലാലാണ്, കഴിഞ്ഞു.
ഇനി പതിവ് പോലെ സമയാസമയം ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാനും വരാനും അടുത്താണ് നമ്മളെ റൂം. ആർക്കും ആരും കൂട്ടില്ലാണ്ട് ഒറ്റക്ക് പോയി വരാൻ പറ്റുന്ന സ്ട്രൈറ്റ് റോഡ്. സമയാസമയങ്ങളിൽ ഭക്ഷണം ഉണ്ടാവും, അതൊക്കെ സമയത്ത് കഴിച്ചോളാം, പള്ളിയിൽ പോയിക്കോളാം, ഇബാദത്ത് ചെയ്തോളാം. നമ്മുടെ ഗ്രൂപ്പ് പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്യും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, എല്ലാ റൂമിലും വന്ന് മെസ്സേജുകൾ തരും. ആ സമയത്ത് മാത്രം ഗ്രൂപ്പ് പ്രോഗ്രാമിന് ഒന്നിച്ച് നിൽക്കുക. അല്ലാത്ത സമയത്ത് മുഴുവൻ സമയത്ത് ഹറമിൽ ഇബാദത്തിലായി സമയം ചെലവഴിക്കുക. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതാണ് ഇബാദത്തിന്റെ രൂപം ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശരി, ഇനി ചില പൊതുവായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എന്താണത്? നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിച്ചേരേണ്ട സമയം നമ്മൾ തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 4 വ്യാഴാഴ്ചയാണ്. രാവിലെ 11:10 നമുക്ക് ഫ്ലൈറ്റ് മംഗലാപുരത്ത് നിന്ന്. മംഗലാപുരം ബോംബെ, ബോംബെ ജിദ്ദ.